ആഷിബു. ഹായ് ചേട്ടാ. ഇപ്പോ ഹായ് ഷൂട്ടേട്ടൻ, ഹായ് ഹായ്. നമ്മൾ കഴിഞ്ഞ ഹായ് കുറെ സൂര്യട്ടാ. ആഴ്ചകളായി ഹായ് എല്ലാവർക്കും ഹായ്. കഴിഞ്ഞ കുറെ ആഴ്ചകളായി നമ്മുടെ ബിഗ് ബുക്ക് സ്റ്റഡി, അതായത് ലൈൻ ബൈ ലൈൻ, ഓരോ ലൈനുകളിലും എന്താണ് അവര് അർത്ഥമാക്കുന്നത് എന്ന് പഴമക്കാരായ ആളുകളും എന്റെ സ്പോൺസേഴ്സും ഒക്കെ എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചർച്ച ചെയ്തതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ഒരു പരിഹാരം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ ആദ്യം ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ആ പരിഹാരം തേടുന്നതിന് മുമ്പ് ആ പ്രശ്നം എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുകയും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഒരു വ്യക്തത നമുക്ക് പ്രാധാന്യമാണ്. കാരണം വ്യക്തതയില്ലാതെ എന്താണ് എന്റെ അസുഖം, അല്ലെങ്കിൽ എന്താണ് എന്റെ രോഗം, എന്താണ് എന്റെ പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രശ്നത്തിലേക്ക് കടക്കാനായിട്ടും അത് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു പ്രശസ്ത ഫിലോസഫർ ആയിട്ടുള്ള മരോൾ സ്കെറ്ററിംഗ് എന്ന് പറയുന്നത്, ഒരു പ്രശ്നം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ആ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നുള്ളതാണ്. ഒരു പ്രശ്നം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ പ്രശ്നത്തെ കുറിച്ചുള്ള വ്യക്തവും അതായത് ബോഡിയുടെ അലർജിനെ പറ്റിയും മെന്റൽ ഒബ്സഷൻ, മാനസികമായിട്ടുള്ള നിർബന്ധിതമാകുന്ന അവസ്ഥയെ പറ്റിയും കൊതിയെ പറ്റിയും, അതായത് ക്രേവിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മനസ്സിന്റെ ശരീരത്തിന്റെയും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. അതായത് നമ്മൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള മെന്റൽ ഒബ്സഷനും ക്രേവിങ്ങിനെയും തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി മദ്യം കഴിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ മെന്റൽ ഒബ്സഷൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസം എന്ന തോതിൽ അത് അറസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം മദ്യം കഴിച്ചാലോ എന്ന് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുകയും ഒരു പക്ഷേ ഈ പരിഹാര മാർഗങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണു പോവുകയും ചെയ്യുന്നത്. അപ്പോ വീണ്ടെടുക്കപ്പെട്ട എന്നുള്ളതാണ്, റിക്കവേർഡ് ആൽക്കഹോളിക് ആണ്. വീണ്ടെടുക്കപ്പെട്ട ആൽക്കഹോളിക് എന്നുള്ളതാണ് നമ്മളുടെ റിക്കവേർഡ് ആൽക്കഹോളിക്കിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ് 12 പടികളിലൂടെ നമുക്ക് കിട്ടുന്നത്. ഒരു ആത്മീയ സുസ്ഥിതി, ആ ഡെയിലി ബേസിസിൽ ഒരു ആത്മീയ പ്രതിവിധി കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് നമ്മുടെ ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ്. എന്താണ് ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ്? നമുക്ക് 4 ഡയമെൻഷൻ ആണുള്ളത്. ഒന്ന് ആത്മീയത, സ്പിരിച്വൽ. അത് നമുക്ക് പരിഹരിക്കുന്നത് സ്റ്റെപ്പ് 1, 2, 3 ചെയ്യുമ്പോഴാണ്. പിന്നെയുള്ളത് മാനസികമായ പ്രശ്നങ്ങളാണ്. ഇത് നമ്മൾ 4, 5, 6, 7 ചെയ്യുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു. ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകവുമായിട്ടുള്ള നമ്മുടെ പരിഹാരത്തിനായിട്ട് 8, 9 ഉപയോഗിക്കുന്നു. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ 9 സ്റ്റെപ്പുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു 4ാമത്തെ ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ 4ാമത്തെ ഡയമെൻഷനിലേക്ക് എത്തുന്നത്? നമ്മൾക്ക് ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടാകുന്നു, നമുക്ക് ഒരു ഹെൽത്തി ശരീരം ഉണ്ടാകുന്നു, നമുക്ക് ഹെൽത്തി ലൈഫ് ഉണ്ടാകുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഒരു ആത്മീയ സുസ്ഥിതി നമ്മൾക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുന്നത്. കൂടുതലായി പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് 10, 11, 12ന്റെ ഒരു ബ്ലെൻഡ് ആണ്. അതായത് ഒരു ജ്യൂസ് അടിക്കുന്നത് പോലെ 10, 11, 12 പടികൾ കൂട്ടിച്ചേർന്ന് പോകുന്നതാണ് നമ്മളുടെ ഈ ഹെൽത്തി മൈൻഡും ഹെൽത്തി ബോഡിയും ഹെൽത്തി സ്പിരിച്വാലിറ്റിയും എന്ന് നമ്മൾ ഉദ്ദേശിക്കാം. അപ്പൊ ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതാണ്. അത് മാത്രമല്ല, നമ്മുടെ ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു ഓൾ ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് ഓഫ് ലൈഫ്, ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അതിനാണ് നമ്മൾ മാനസികമായിട്ടുള്ള ഒരു റിക്കവറി കിട്ടുന്നത്. ടുവാർഡ്സ് ഓഫ് ഫെലോസ്, നമ്മുടെ സഹ യാത്രികരോടും സഹജീവികളോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അവിടെയാണ് ഫിസിക്കൽ പ്യൂർനെസ് കിട്ടുന്നത്. ടുവാർഡ്സ് ഗോഡ് യൂണിവേഴ്സ്, അതായത് ഈ ലോകത്തേക്കോടുള്ള നമ്മുടെ മനോഭാവം, അതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 തലത്തിലുള്ള
ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമുക്ക് കിട്ടുകയാണ്. 25-ാമത്തെ പേജിൽ നമ്മൾ വായിച്ചു നിർത്തുന്ന ഭാഗം അതാണ്. അതായത് നമ്മൾക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറുന്നു, നമ്മളുടെ ആളുകളോടുള്ള കാഴ്ചപ്പാട് മാറുന്നു. ഗോഡ് യൂണിവേഴ്സിറ്റി, ഈ ലോകത്തെ കുറിച്ചുള്ള, ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറി നമ്മൾ ഒരു 4th ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസിലേക്ക് മാറുന്നു എന്നാണ് ബിൽ ഡബ്ല്യു നമ്മളോട് പറയുന്നത്. പലപ്പോഴും ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ്, ഇത് പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. കാരണം ആൽക്കോളിക്സ് അനോണിമസിലോ കടന്നു വരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നില്ല എന്ന് അവർ പരാതി പറയാറുണ്ട്. പലപ്പോഴും ബിൽ ഡബ്ല്യു തന്നെ പറയാറുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ worried ആകണ്ട. കാരണം ഇത് സാവധാനം, ചില ആളുകൾക്ക് പെട്ടെന്ന്, ചില ആളുകൾക്ക് സാവധാനം സംഭവിക്കുന്ന, ഡേ ബൈ ഡേ ബേസിസിൽ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ധാരാളം കത്തുകൾ ഇതിനെപ്പറ്റി നമ്മുടെ സെൻട്രൽ ഓഫീസിലേക്ക് വരികയും, എന്തുകൊണ്ടാണ് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ആത്മീയ അനുഭവം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ആദ്യത്തെ പ്രിന്റിങ്ങിന് ശേഷം 2ാമത്തെ പ്രിന്റിങ് മുതൽ നമുക്ക് ഒരു അപ്പൻഡിക്സ് സെക്കൻഡ് ഫുള്ളി എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയതയെക്കുറിച്ച് ഒരു ഭാഗം പറയുന്നുണ്ട്. ഇന്ന് അത് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മലയാളം പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ആത്മീയ അനുഭവം എന്നുള്ള ഒരു 2 ആത്മീയ അനുഭവം, അത് വായിക്കാവോ ആരെങ്കിലും? ഈ പേജ് നമ്പർ 215 214, സോറി. അത് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ എനിക്കൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് വായിക്കാൻ പറയുന്നത്. 214. ഞാൻ വായിക്കട്ടെ? വായിച്ചോ. ആത്മീയാനുഭവം. ഈ പുസ്തകത്തിൽ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ആത്മീയാനുഭവം, ആത്മീയ ഉണർവ് എന്നീ പദങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ അവ മദ്യാസക്തിയിൽ നിന്ന് വിടുതൽ നേടുന്നതിന് പര്യാപ്തമായ വ്യക്തിപരിണാമം പല രൂപത്തിൽ ഞങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് ബോധ്യമാകും. ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ വായനക്കാരന് പ്രസ്തുത വ്യക്തിത്വ പരിണാമമോ വിശ്വാസ അനുഭവമോ പെട്ടെന്നുണ്ടായ പ്രകടമായ ഒരു ഉത്ഥാനമായി തോന്നിയേക്കാം. സസന്തോഷം, എല്ലാവർക്കും ഇത് തെറ്റായ ഒരു നിഗമനം ആയിരുന്നു. ആദ്യത്തെ ചില അധ്യായങ്ങളിൽ സത്വരമായ വിപ്ലവാത്മകമായ ചില മാർഗങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ധാരണ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ പല മദ്യപാനികളെയും സംബന്ധിച്ചിടത്തോളം ദുഃഖം പ്രാപിക്കണമെങ്കിൽ അവർ അക്രാന്തമായ ഒരു ഈശ്വരബോധത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നും പെട്ടെന്ന് തന്നെ ചിന്തയിലും സമീപനത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സത്വരമായ വളർച്ചയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മദ്യപാനികളായ ഞങ്ങൾക്ക് തുടരുന്ന ഈ രൂപാന്തരം ഒരു നിയമമൊന്നുമല്ല. ഞങ്ങളിൽ മിക്കവരുടെയും അനുഭവം മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വ്യതിയാനങ്ങളാണ്. കാരണം അവ സാവധാനത്തിലുള്ള ഒരു പുരോഗതിയായിരുന്നു. സമയമെടുത്തു. പക്ഷേ പലപ്പോഴും കന്നിക്കാരൻ അറിയുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ സുഹൃത്തുക്കൾ ഇക്കാര്യം അറിഞ്ഞു. പക്ഷേ അവന് സ്വയം അസാധ്യമായ ഒരു വ്യതിയാനത്തിന് അവൻ വിധേയനായി എന്നും ജീവിതത്തോടുള്ള അവൻ്റെ സമീപനം മാറി എന്നും അറിയുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നവ ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് സാധ്യമാകുന്നില്ല. ചില അപവാദങ്ങൾ ഒഴിച്ചാൽ ഞങ്ങളുടെ അംഗങ്ങളെല്ലാം തന്നെ നിസ്സംശയമായ ഒരു ആന്തരിക ചേതനയെ തുറന്നു വിട്ടു എന്നും അവർ അതിനെ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി എന്ന ആശയവുമായി പൊരുത്തപ്പെടുത്തിയിരിക്കുന്നു എന്നും കാണാവുന്നതാണ്. ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി എന്നതാണ് ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിൻ്റെ അന്തസത്ത എന്ന് ഞങ്ങളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നു. കൂടുതൽ വിശ്വാസികളായ ഞങ്ങളുടെ അംഗങ്ങൾ ഇതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു. സത്യസന്ധതയോടെ തൻ്റെ പ്രശ്നത്തെ നേരിടുന്ന ഏതൊരു മദ്യപാനിയും അയാൾ എല്ലാ ആത്മീയ ആശയങ്ങൾക്കുമെതിരെ കണ്ണടയ്ക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടാനാകും എന്ന് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഊന്നിപ്പറയുന്നു. സഹിഷ്ണുതയല്ലാത്ത മനോഭാവത്തിനും സന്ധിയില്ലാത്ത നിഷേധത്തിനും മാത്രമേ അവനെ തോൽപ്പിക്കാനാവൂ. ഈ പദ്ധതിയിലെ ആത്മീയതയുമായി ആരും വിഷമിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സന്മനസ്സും സത്യസന്ധതയും തുറന്ന മനോഭാവവുമാണ് രക്ഷപ്പെടലിൻ്റെ ആവശ്യ ഘടകങ്ങൾ. പക്ഷേ ഇവ അനിവാര്യമാണ്. എല്ലാ അറിവുകൾക്കുമെതിരെ ഒരു തത്വമുണ്ട്. എല്ലാ വാദങ്ങൾക്കുമെതിരെ ഒരു തെളിവുണ്ട്. അത് മനുഷ്യനെ നിലയ്ക്കാത്ത അവഗണനയിൽ നിലനിർത്തുന്നു. അതാണ് അന്വേഷണത്തിൻ്റെ അതീതമായ അവജ്ഞത.
ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിറ്റ്സ് മയോ എന്ന് പറയുന്ന നമ്മുടെ എ മെമ്പർക്കും അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിനും ഒക്കെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് നമുക്ക് വായനയിൽ പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഈ ഞങ്ങൾക്ക് അത് ഉണ്ടാകാത്തത്? നിങ്ങൾ പറഞ്ഞതുപോലെ 12 പടികളൊക്കെ ഞങ്ങൾ ചെയ്തു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുന്നില്ല എന്ന് പല അംഗങ്ങളും ചോദിച്ചപ്പോ ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ ബിഗ് ബുക്ക് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത്തെ എഡിഷനിലല്ല, രണ്ടാമത്തെ പ്രിന്റിങ്ങിന്റെ സമയത്ത് അദ്ദേഹം ഇത് കൂട്ടിച്ചേർക്കാനായിട്ട് അവർ നിർബന്ധിതരായി. കാരണം വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അംഗങ്ങൾക്കിടയിൽ വളരെ സംശയകരമായി ചിന്തിക്കാൻ ഇടയുള്ള ഒരു പാർട്ടാണ് ആത്മീയ അനുഭവം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണം. നമ്മൾക്ക് ഈ വായനയിൽ ഉടനീളം നമുക്കൊരു കാര്യം മനസ്സിലാവും, ഒരു ചേഞ്ച് ആണ് അവിടെ ആവശ്യപ്പെടുക. ആദ്യത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഈ പുസ്തകത്തിൽ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ആത്മീയ അനുഭവം, സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയ ഉണർവ്, സ്പിരിച്വൽ അവേക്കനിങ് എന്നീ പദങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ അവ മധ്യാസക്തിയിൽ നിന്ന് വിടുതൽ നേടുന്നതിന് പര്യാപ്തമായ വ്യക്തി പരിണാമം. എന്താണ് വ്യക്തി പരിണാമം? പേഴ്സണാലിറ്റി ചേഞ്ച് ആണ് അവിടെ കാണുക. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ഉള്ള ഒരു മാറ്റം പല രൂപത്തിൽ ഞങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തുന്നത് എന്ന് ബോധ്യമാകും. അപ്പൊ അവിടെ ഒരു പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് വ്യക്തി പരിണാമം, പേഴ്സണാലിറ്റി ചേഞ്ച്. അടുത്ത പാരഗ്രാഫില് വീണ്ടും സാറേ ഞാൻ മീറ്റിംഗിലാ. ഹലോ, അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നേ, ഒരു മിനിറ്റ്, ഒരു 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 സെക്കൻഡ്, ഞാൻ മീറ്റിംഗിലാണ്. സലിമയ്ക്കാണ് മീറ്റിംഗ്, മറന്നുപോയി കാണും. അപ്പൊ സോറി. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫ്, ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിച്ചുള്ള അതിന്റെ വായനക്കാരന് പ്രസ്തുത വ്യക്തി പരിണാമമോ വീണ്ടും നമുക്ക് കാണാം പേഴ്സണാലിറ്റി ചേഞ്ച്, വിശ്വാസ അനുഭവമോ പെട്ടെന്നുണ്ടായ പ്രകടമായ ഒരു ഉദ്ധാനമായി തോന്നിയേക്കാം. ഉദ്ധാനം, ഉയർത്തെഴുന്നേൽക്കൽ, അപ്ഹിവൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അപ്ഹിവൽസ്. അപ്പോ നമ്മൾ എവിടെയായിരുന്നോ അവിടെ നിന്നുള്ള ഒരു മാറ്റം, അവിടെ നമുക്ക് ചേഞ്ചിനെ കാണാം. അപ്പൊ നമ്മൾ 1, 2, 3 പ്രാവശ്യം ചേഞ്ചിനെ കണ്ടു. അടുത്തത് ആദ്യത്തെ ചില സസന്തോഷം എല്ലാവർക്കും ഇത് തെറ്റായ ഒരു നിഗമനമായിരുന്നു. ആദ്യത്തെ ചില, അതായത് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, വിശ്വാസാനുഭവമോ പെട്ടെന്നുണ്ടായ പ്രകടമായ ഉയർത്തെഴുന്നേൽപ്പോ അല്ല, അങ്ങനെ തോന്നാം, പക്ഷെ അതൊരു നിഗമനം മാത്രമായിരുന്നു. ആദ്യത്തെ ചില അധ്യായങ്ങളിൽ സത്വരമായ വിപ്ലവാത്മകമായ റെവല്യൂഷണറി ചേഞ്ച് എന്നാണ് ഇംഗ്ലീഷ് ബുക്കിൽ പറയാ. റെവല്യൂഷണറി ചേഞ്ചസ് ആർ ഡിസ്ക്രൈബ്ഡ്. ആദ്യത്തെ കുറെ ചാപ്റ്റർ, ഫസ്റ്റ് ഫ്യൂ ചാപ്റ്റേഴ്സ് പെട്ടെന്നുള്ള സഡൻ റെവല്യൂഷണറി ചേഞ്ചസ് ആർ ഡിസ്ക്രൈബ്ഡ്. പെട്ടെന്നുള്ള വിപ്ലവകരമായ ഒരു മാറ്റത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത്തരമൊരു ധാരണ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. അതായത് ബിൽഡബ്ല്യു പറയാണ്, ഇത്തരമൊരു ധാരണ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ പല മദ്യപാനികളെയും സംബന്ധിച്ചിടത്തോളം സുഖം പ്രാപിക്കണമെങ്കിൽ അവർ ആക്രാന്തകരമായ ഒരു ഈശ്വര ബോധത്തിലേക്ക്, ഓവർവിൽമിങ് എന്നാണ് പറയുന്നത്. അപ്പൊ മസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ആക്രാന്തപരം. മസ്റ്റ് ആയിട്ടും അവര് അങ്ങനെ ഒരു ഗോഡ് കോൺഷ്യസ്നെസ്, ഒരു ഈശ്വര ബോധത്തിലേക്ക്, ഗോഡ് കോൺഷ്യസ്നെസ്, അതിലേക്ക് വരണമെന്നാണ് പറയാ. പെട്ടെന്ന് തന്നെ ചിന്തയിലും സമീപനത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ചിന്തയിലും സമീപനത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പൊ അവിടെയും നമുക്ക് കാണാം ചേഞ്ച്, വാസ്റ്റ് ചേഞ്ച്. ഇംഗ്ലീഷ് ബുക്കിൽ അത് എഴുതിയേക്കണം വാസ്റ്റ് ചേഞ്ചിങ് എന്നാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ബുക്കിൽ പറയുന്നത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വേണം, നമുക്ക് ഇവിടെ എല്ലാവർക്കും തന്നെ മിക്കവർക്കും തന്നെ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണ്. ഞാൻ അത് പറയാൻ കാരണം നമ്മുടെ മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷനും നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഒരു ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചെറുതായിട്ട് അത് നമുക്ക് വലിയ ഭയങ്കര തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ആക്രാന്തകരമായ ഒരു ഈശ്വരബോധം എന്നാണ്. അപ്പൊ ഓവർവെൽമിങ് ഗോഡ് കോൺഷ്യസ്, വാസ്റ്റ് ചേഞ്ച്, മാറ്റം വരുത്തേണ്ടതാണ്. ചിന്തയിലും പെട്ടെന്ന് തന്നെ, ചിന്തയിലും സമീപനത്തിലും. തിങ്കിങ് ഈസ് ദ പ്രോബ്ലം, നോട്ട് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ചിന്തയിൽ നമ്മൾ മാറ്റണം, സമീപനത്തിൽ നമ്മൾ മറ്റൊരാളോട് സമീപിക്കുന്നതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അവിടെയും നമുക്ക് കാണാം മാറ്റം, ചേഞ്ച്. ഇപ്പൊ എന്താണ് സ്പിരിച്വാലിറ്റി? നമ്മൾ പേഴ്സണാലിറ്റി ചേഞ്ച് പറഞ്ഞു, റെവല്യൂഷണറി ചേഞ്ച്, പിന്നെ ഓവർവെൽമിങ്, ഒരു ഗോഡ് കോൺഷ്യസിലേക്ക് നമ്മൾ എത്തുക. വീണ്ടും നമ്മൾ തിങ്കിങ്ങിലും മറ്റുള്ളവരുടെ സമീപനത്തിലും ചേഞ്ച് വരുത്തുക.
എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സത്വരമായ വളർച്ചയെ പ്രതിപാദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മദ്യപാനികൾ ഞങ്ങൾ തുടരുന്ന ഈ രൂപാന്തരം ഒരു നിയമമൊന്നുമല്ല. ഈ രൂപാന്തരം, ഈ ട്രാൻസ്ഫോർമേഷൻസ്, ഇംഗ്ലീഷിൽ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ, നോ മീൻസ് ദ റൂൾ, നോ മീൻസ് ദ റൂൾ, ഒരു നിയമത്തിന്റെ രൂപത്തിലല്ല അത് പറയുന്നത്. മോസ്റ്റ് ഓഫ് അവർ എക്സ്പീരിയൻസ് ആർ വാട്ട് ദ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസ് കാർ കോൾഡ് എഡ്യൂക്കേഷണൽ വെറൈറ്റി. അപ്പൊ എന്താണ് വില്യം ജെയിംസ് ദ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന എന്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് മറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ ആളുകൾ ആത്മീയതയെ സ്വീകരിച്ചത് എന്നുള്ള ഓരോരുത്തരുടെയും വ്യക്തിപരമായ കഥകളാണ് പറയുക. അത് വലിയൊരു പുസ്തകമാണ്, 500 പേജുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ വിദ്യാഭ്യാസ വ്യതിയാനങ്ങൾ എന്നാണ് അതിനകത്തോടെ. അതായത് എഡ്യൂക്കേഷണൽ വെറൈറ്റി, ഒരാൾ പഠിച്ചതുപോലെയല്ല മറ്റൊരാൾ പഠിക്കുന്നത്, ഞാൻ പഠിച്ചതുപോലെയല്ല മറ്റൊരാൾ പഠിക്കുന്നത് എന്നുള്ള വിദ്യാഭ്യാസ വ്യതിയാനങ്ങളെ കുറിച്ചാണ്. കാരണം സാവധാനത്തിലുള്ള ഒരു പുരോഗതിയായിരുന്നു, സഡൻ അല്ല, പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല, അത് പ്രോഗ്രഷനാണ്. പ്രോഗ്രഷൻ, നോട്ട് പെർഫെക്ഷൻ. സമയമെടുത്തു എന്ന് പറയുന്നുണ്ട്. കുറച്ച് സമയമെടുത്തു എന്ന് വെച്ചാല് ഈ സമയമെടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ കാണരുത്. ചിലർക്ക് അത് കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്പിരിച്വൽ ഇത് കിട്ടും. പക്ഷെ സമയം എടുത്തു എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാവർക്കും കുറെ സമയം എടുക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇപ്പൊ ചെയ്യണ്ട പിന്നെ ചെയ്യാന്നുള്ള രീതിയിലല്ല. ഡെയിലി ബേസിസിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം നമ്മൾക്ക് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ആത്മീയ മനോഭാവം നമുക്ക് കടന്നു വരുന്നതിന് സമയം എടുത്തു എന്നാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് റിസൾട്ട് വരുന്നതിന് സമയം എടുത്തു എന്നുള്ളതാണ്. ചെയ്യാതിരിക്കുന്ന കാര്യത്തിനുള്ള എക്സ്ക്യൂസ് ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. സമയമെടുത്തെങ്കിലും അവർക്ക് പതുക്കെ ഈ സ്പിരിച്വാലിറ്റി കടന്നു വന്നു. പക്ഷെ പലപ്പോഴും കന്യക്കാരെ അറിയുന്നതിന് മുമ്പ് തന്നെ അവന്റെ സുഹൃത്തുക്കൾക്ക് കാര്യം അറിഞ്ഞു. പലപ്പോഴും ഈ ന്യൂ കമേഴ്സിനെ കാണുമ്പോൾ നമ്മൾ പറയണ്ടേ, എന്തോ ഒരു മാറ്റം ഉണ്ട് കേട്ടോ അയാൾക്ക്, അയാൾ പഴയ പോലെ അല്ല പെരുമാറുന്നത്, അയാളുടെ സംസാരത്തിൽ വ്യത്യാസമുണ്ട്, അയാളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ട്, അയാളുടെ നോട്ടത്തിൽ വ്യത്യാസമുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരം തന്നെ മാറിയതായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പഴയ ഇരുണ്ടുണങ്ങിയ മുഖമൊക്കെ തെളിഞ്ഞ് ചെറിയ വെള്ള കളറൊക്കെ വന്നു തുടങ്ങും. അപ്പം പക്ഷെ അവന് സ്വയം അസാധ്യമായ ഒരു വ്യതിയാനത്തിന്, വീണ്ടും അവിടെ വ്യതിയാനം, അതായത് കന്യക്കാരെ അറിയുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കൾ ഇക്കാര്യം അറിഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് ബുക്കില് പറയുന്നത് സ്ലോവലി ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ സമയം എടുത്തു എന്നുള്ളതിന് അവിടെ ഒരു സമയം എടുത്തു എന്നാണ് മലയാളത്തിൽ കൊടുത്തേക്കണം. പക്ഷെ ബിക്കോസ് ദേ ഡെവലപ്പ് സ്ലോവലി ഓവർ എ പീരീഡ് ഓഫ് ടൈം, അത് കുറച്ച് കാലം കൊണ്ട് തന്നെ അത് ഡെവലപ്പ് ആയി എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. സമയം എടുത്തു എന്നല്ല അതിന്റെ മലയാളം വിവർത്തനം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, ഏതായാലും കുറച്ചു കാലം ഡെവലപ്പ് സ്ലോവ്ലി, വളരെ പതുക്കെ, ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ചു കാലങ്ങൾക്കുള്ളിൽ അവർക്ക് അത് കിട്ടി എന്നുള്ളതാണ്. ക്വൈറ്റ് ഓഫൻ ഫ്രണ്ട്സ് ഓഫ് എ ന്യൂ കമർ ആർ അവെയർ ഓഫ് ദ ഡിഫറൻസ് ലോങ് ബിഫോർ ഹി ഈസ് ഹിംസെൽഫ്. അതായത് ഒരു എയിൽ എത്തുന്ന ഒരു അംഗം അറിയുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാർ അതറിയും. അതുകൊണ്ടാണ് നമ്മളോട് പലരും വന്ന് ചോദിക്കുന്നത്, നീ എങ്ങനെയാ കൂടി നിർത്തിയത്, നിനക്ക് എന്താ സംഭവിച്ചത്, നിനക്ക് എന്തോ കാര്യമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് പോലും ആളുകൾ അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങും. പഴയ പോലെ അല്ലല്ലോ ഇയാൾ പെരുമാറുന്നത്. അപ്പൊ അവിടെ ഡിഫറൻസ്, ചേഞ്ച്, വീണ്ടും അവിടെ ചേഞ്ച് എന്നാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ വെറൈറ്റി, പിന്നെ അടുത്തത് വാക്ക് സ്ലോവലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ സമയമെടുത്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇത് പറയുന്നത്. അടുത്തത് ഡിഫറൻസ്, അതായത് നമ്മളുടെ സ്റ്റെപ്പുകൾ 12 പടികൾ എടുത്തു കഴിയുമ്പോൾ ഒരു ഗ്രാജുവലി, സ്ലോവലി നമുക്ക് ഈ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. He finally realized that he was under a profound alteration. അപ്പൊ അതിവിടെ എന്താ പറഞ്ഞേക്കണം, ഏതാനും മാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല, ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് സാധ്യമാകുന്നില്ല. ചില അപവാദങ്ങൾ ഒഴിച്ച് അംഗങ്ങളെല്ലാം തന്നെ നിസ്സംശയമായ ഒരു ആന്തരിക ചേതനയെ തുറന്നു വിട്ടു. ആന്തരിക ചേതനയെ, പ്രൊഫൗണ്ട് ആൾട്ടറേഷൻ എന്ന് അവർ അതിനെ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തി എന്ന ആശയമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു കാണുന്നത്, ഗോഡ് കോൺഷ്യസ്നസ്. അപ്പം അവിടെ എല്ലാം ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ അയാൾക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ, ഒരു സ്വയം ഒരു അച്ചടക്കം വരികയാണ്. വിത്ത് ഫ്യൂ എക്സ്പ്രഷൻ അവർ മെമ്പേഴ്സ് ദേ ഹാവ് ടാപ്ഡ് ടു അൺഎക്സ്പെക്റ്റഡ് ഇന്നർ റിസോഴ്സ് വിത്ത് നോൺ കൺസെപ്ഷൻ ഓഫ് എ പവർ ഗ്രേറ്റർ ദാൻ അവർസെൽസ്. അപ്പൊ ഇവിടെ പറയുന്നത് ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തി എന്നതാണ് ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിന്റെ അന്തസത്ത എന്ന് ഞങ്ങളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നു. കൂടുതൽ വിശ്വാസികളായ ഞങ്ങളുടെ അംഗങ്ങൾ അതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ അംഗങ്ങൾ അതിനെ സ്പിരിച്വൽ ദൈവബോധം, ഗോഡ് കോൺഷ്യസ്നസ്. ഈ റിലീജിയസ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതായത് മതപരമായ വിശ്വാസമുള്ള അംഗങ്ങൾ അതിനെ ഗോഡ് കോൺഷ്യസ്നസ് എന്നാണ് വിളിക്കുക.
അപ്പോൾ സത്യസന്ധതയോടെ നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ ഈ ദൈവത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് റിലീജിയസ് ആറ്റിറ്റ്യൂഡാണ് വരിക. നമുക്ക് പിന്നീട് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ അത് സംസാരിക്കാം. അപ്പം സത്യസന്ധതയോടെ ഒരു പ്രശ്നത്തെ നേരിടുന്ന ഏതൊരു മദ്യപാനിയും അയാൾ ഒരു ആത്മീയ ആശയങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടാനാകും എന്ന് ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഊന്നി പറയുന്നു. സഹിഷ്ണുതയില്ലാത്ത മനോഭാവത്തിനും സന്ധയില്ലാത്ത നിഷേധത്തിനും മാത്രമേ അതിനെ തോൽപ്പിക്കാനാവൂ. 2 കാര്യങ്ങളാണ് അല്ലെ? ബെലിഗ്രന്റ് ഡിനയൽ, ഫൈറ്റിംഗ് അല്ലെ? നമ്മൾ ഈ നിഷേധിക്കുക, ഇത് പറയുന്നതെല്ലാം നിഷേധിക്കുന്ന ആ ഒരു മനോഭാവം, നിഷേധ മനോഭാവം, അതിനാണ് ഫൈറ്റിംഗ്. എപ്പോഴും അതിനെ ഫൈറ്റ് മൂഡിൽ നിൽക്കുക, പറയുന്നത് കേൾക്കാതിരിക്കുക, നമ്മൾ മദ്യത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക, ഏതെങ്കിലും ഒരാൾ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാകാതെ വരിക, അല്ലെങ്കിൽ മനസ്സിലാകേണ്ടത് തന്നെ ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് വിചാരിക്കുക. പിന്നെ ഇൻടോളറൻസ്, സഹനം. നമുക്കിതെല്ലാം ഒരു സഹനത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പം ഞാൻ ആ ഇംഗ്ലീഷിൽ വായിക്കാം. ഇനി ആൽക്കഹോളിക് capable of honestly facing his problem in the light of our experience can recover. നോക്കൂ, ഏതൊരു ആൽക്കഹോളിക്കിനും അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. നമ്മൾ അവരോട് പറയാണ്, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചം കൊണ്ട് അവർക്ക് സത്യസന്ധമായിട്ട് ഈ പ്രശ്നത്തെ കാണാൻ കഴിയും. പ്രൊവൈഡ് ഹി ഡസ് നോട്ട് ക്ലോസ് ഹിസ് മൈൻഡ്, അവന്റെ മനസ്സ് അടച്ചു വെക്കരുത്. ഹി ക്യാൻ ഓൺലി ബി ഡിഫീറ്റഡ് ബൈ ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻടോളറൻസ്. അതായത് അങ്ങനത്തെ ഒരു മനോഭാവം, അസഹനീയതയുടെ മനോഭാവം, ഇൻടോളറൻസ്, പിന്നെ ഡിനയലും, നിഷേധവും, ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവനെ തോൽപ്പിക്കാനാവൂ, അതായത് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നതിന്. അടുത്ത ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പദ്ധതി ആത്മീയമായി ആരും വിഷമിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഈ പറയുന്ന ഈ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് ആരും വിഷമിക്കേണ്ടതില്ല. സന്മനസ്സും സത്യസന്ധതയും തുറന്ന മനോഭാവമാണ് രക്ഷപ്പെടുന്നതിന്റെ ആവശ്യ ഘടകങ്ങൾ. നമ്മൾ അത് എപ്പോഴും പറയാറുള്ളതാണ്. വില്ലിങ്നെസ്, ഹോണസ്റ്റി ആൻഡ് ഓപ്പൺ മൈൻഡ്നെസ്. ഹൗ? ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ്, വില്ലിങ്നെസ് ആർ ദ എസെൻഷ്യൽ ഓഫ് റിക്കവറി, ബട്ട് ദീസ് ആർ ഇൻഡിസ്പെൻസിബിൾ. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒരംഗത്തിനോട് സ്റ്റെപ്പ് 1 ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സത്യസന്ധത വേണം, തുറന്ന മനോഭാവം വേണം, ആഗ്രഹം വേണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ പിന്നീട് ദിസ് ആർ ഇൻഡിസ്പെൻസിബിൾ എന്ന് വെച്ചാൽ ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. പിന്നീട് ഇതൊരു ക്വാളിറ്റി ആയിട്ടുള്ള ലൈഫായിട്ട് മാറുകയാണ്. അതായത് അവനവന്റെ ജീവിതത്തിൽ എപ്പോഴും ഈ സത്യസന്ധത ഉണ്ടാവും, എപ്പോഴും ഒരു തുറന്ന മനോഭാവം ഉണ്ടാവും, എപ്പോഴും ഒരു വില്ലിങ്നെസ് ഉണ്ടാവും. ഇതൊരു ക്വാളിറ്റി ആയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പേഴ്സിന് അത് പ്രാക്ടീസായി മാറുകയാണ്. അപ്പൊ ആദ്യമേ ഒരു പ്രിൻസിപ്പിളായി മാറിയ സംഗതി, അല്ലെങ്കിൽ ഒരു തത്വമായിട്ട് മാറിയ സംഗതി നമ്മൾ ഹൗ എന്നെപ്പോഴും പറയാറുണ്ട്, ഒരു തത്വമായിട്ടാണ് നമ്മൾ പറയാം. പക്ഷേ വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അത് ഒരു പ്രാക്ടീസായി മാറുന്ന ഒരു ആറ്റിറ്റ്യൂഡായി മാറുകയാണ്. ഓണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ്, വില്ലിങ്നെസ്. അപ്പോൾ അത് അപ്പൊ നമുക്ക് മനസ്സിലാവും, ആത്മീയത എന്ന് പറയുന്ന ഒരു വിഷയമാക്കി ആരും വിഷമിക്കേണ്ടതില്ല. ഈ പറയുന്ന ഓപ്പൺ മൈൻഡ്നെസ്സും വില്ലിങ്നെസ്സും ഓണസ്റ്റി ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. പക്ഷെ ഇവ അനിവാര്യമാണ്, ലൈഫ് ലോങ്, ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത, ഒരിക്കലും തീരാത്തതാണ്, അവസാനിക്കാത്തതാണ്. എല്ലാ അറിവുകൾക്കും എതിരെ തത്വമാണ്. അതൊരു ഹെർബർട്ട് സ്പെൻസർ എന്ന് പറഞ്ഞ ഒരാള് എഴുതിയതാണെന്ന് വിചാരിച്ചിട്ടാണ് 1939 ബിൽ ഡബ്ല്യു എഴുതിയത്. പക്ഷെ അത് ശരിക്കും വില്ലി പൈലീസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കോട്ടാണ്. അതായത് അദ്ദേഹം പറയുന്നത്, there is a principle which is a bar against all information, which is a proof against all arguments, and which cannot fail to keep a man everlasting ignorance, that the principle is contempt prior to investigation. അതായത് എല്ലാ അറിവുകൾക്കും എതിരെ ഒരു തത്വമുണ്ട്, എല്ലാ അറിവുകൾക്കുമെതിരെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, എല്ലാ ഇൻഫോർമേഷനും എതിരെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതെന്താണ്? വിച്ച് ഇസ് പ്രൂഫ്, എല്ലാ വാദങ്ങൾക്കും എതിരെ ഒരു തെളിവുണ്ട്. വിച്ച് ഇസ് പ്രൂഫ് അഗെയിൻസ്റ്റ് ഓൾ ആർഗ്യുമെന്റ്സ്, എല്ലാ തർക്കങ്ങൾക്കുമെതിരെ ഒരു തെളിവുണ്ട്, എല്ലാ തർക്കത്തിനും. വിച്ച് ഇറ്റ് കനോട്ട് ഫെയിൽ ടു കീപ് എ മെൻ ഇൻ എവർലാസ്റ്റിംഗ് ഇഗ്നോറൻസ്, ദാറ്റ് എ പ്രിൻസിപ്പിൾ ഈസ് കണ്ടംപ്റ്റ് പ്രിയർ ടു ഇൻവെസ്റ്റിഗേഷൻ. അതായത് അന്വേഷണത്തിന് അതീതമായ അവിജ്ഞ. അതായത് ഞാൻ മനസ്സിലാക്കുന്ന തരത്തിൽ എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള അന്വേഷണം ഒരിക്കലും നിർത്തരുത് എന്നുള്ള അർത്ഥത്തിലാണ്. അവജ്ഞയോടെ നമ്മൾ കളയരുത്, അന്വേഷണത്തിന് അതീതമായ അവജ്ഞ ഉണ്ടാകരുത്. ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് തോന്നും. എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്?
എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ചോദ്യങ്ങളില്ല. അവസാനിച്ച് നമുക്കെല്ലാം അറിയാമെന്നുള്ള ഭാവമായി. ആൽക്കോളിസ് അനോണിമസിൽ പലപ്പോഴും പഴമക്കാരായിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, നമ്മള് അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. പലപ്പോഴും ഞാൻ കുറച്ചധികം കാലമൊക്കെ ഈ ബിഗ് ബുക്ക് ഒക്കെ വായിക്കുമ്പോൾ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആ, പുതിയതായി തോന്നാറുണ്ട്. എനിക്ക് അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും തോന്നാറുണ്ട്. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, നമുക്ക് അന്വേഷണത്തിന് മടിയുണ്ടാകരുത്. അങ്ങനെ ഒരു അവജ്ഞ നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ഇത്തരം ധാരണയോട് കൂടി വേണം നമുക്ക് സ്പിരിച്വാലിറ്റിയെ സമീപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഇംഗ്ലീഷ് ബുക്കിന്റെ അപ്പൻഡിക്സ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മലയാളത്തിൽ അത് കൊടുത്തതായി കാണുന്നില്ല. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ ബുക്കിലേക്ക് പോകാം. പേജ് നമ്പർ നമ്മുടെ അമേരിക്കൻ പേജ് നമ്പർ 27 പേജ് നമ്പർ 25 അമേരിക്കക്കാരനായ ഒരു ബിസിനസ്സുകാരന്റെ കഥയിലൂടെ എന്നുള്ളത്. അതൊന്ന് വായിക്കാവോ? ഓരോ പാരഗ്രാഫ് വായിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. പേജ് നമ്പർ 25 ആരെങ്കിലും വായിക്കാവോ? റോമലില്ലേ? റോമലുണ്ടല്ലോ. റോമലെ വായിക്കാവോ? 25 അമേരിക്കക്കാരനായ ഒരു ബിസിനസ്സുകാരന്റെ കഥയിലൂടെ ശ്രദ്ധേയമാണെന്ന്. അമേരിക്കക്കാരനായ ഒരു ബിസിനസ്സുകാരന്റെ കഥയുടെ ശ്രദ്ധേയമാണ്. അറിവും ബുദ്ധിശക്തിയും കയററ്റ സ്വഭാവശുദ്ധിയുമുള്ളവനായിരുന്നു അയാൾ. മദ്യപാനശക്തി മൂലം വർഷങ്ങളോളം അയാൾ ചികിത്സാ കേന്ദ്രങ്ങൾ തോറും കയറിയിറങ്ങി. അമേരിക്കക്കാരനായ അറിയപ്പെടുന്ന മനോരോഗ വിദഗ്ധരെയെല്ലാം അയാൾ സമീപിച്ചു. നാളിതുവരെയുള്ള അനുഭവങ്ങൾ അയാളെ സംശയാലുവാക്കിയില്ലെങ്കിൽ കൂടി അസാധാരണമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അയാൾ ചികിത്സ പൂർത്തിയാക്കിയത്. അയാളുടെ മനസ്സിന്റെ സങ്കീർണതകളെപ്പറ്റിയും അതിൻ്റെ ആന്തരിക പ്രവർത്തന രീതികളെപ്പറ്റിയും ലഭിച്ച അവഗാഹം മൂലം താനൊരിക്കലും ഇനി മദ്യത്തെ അടിമപ്പെടുകയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. എങ്കിലും അധികം വൈകാതെ അയാൾ വീണ്ടും മദ്യപിച്ചു. എന്തുകൊണ്ടാണ് താൻ വീണ്ടും മദ്യപിച്ചതിന് തൃപ്തികരമായൊരു വിശദീകരണം നൽകുവാൻ അയാൾക്കറിയില്ലായിരുന്നു. അതാണ് അയാളെ ഏറ്റവും അധികം അന്താളിപ്പിച്ചത്. തന്നെ ചികിത്സിച്ച താനേറെ ബഹുമാനിക്കുന്ന ഈ ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ തിരികെ ചെന്നു. എന്തുകൊണ്ടാണ് എനിക്ക് കൂടി നിർത്താൻ പറ്റാത്തതെന്ന് വെട്ടിത്തുറന്നു ചോദിച്ചു. സർവോപരി ആത്മനിയന്ത്രണം വീണ്ടെടുക്കുവാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. മറ്റു കാര്യങ്ങളിലെല്ലാം അയാളുടെ പെരുമാറ്റം തികച്ചും യുക്തിസഹവും സന്തുലിതവുമായിരുന്നു. എന്നാലും മദ്യത്തിന്മേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ഇതെന്തുകൊണ്ട്? ഇവയെപ്പറ്റിയുള്ള വാസ്തവം മുഴുവൻ തുറന്നു പറയുവാൻ അയാൾ ഡോക്ടറോട് യാചിച്ചു. ഡോക്ടറുടെ അഭിപ്രായത്തിൽ അയാൾ ആശയറ്റ നിലയെത്തിക്കഴിഞ്ഞിരുന്നു. സമൂഹത്തിൽ അയാൾക്കുണ്ടായിരുന്ന മാന്യസ്ഥാനം ഇനി വീണ്ടെടുക്കാൻ സാധിക്കുകയില്ലെന്നും ദീർഘനാൾ ജീവിക്കുകയാണെങ്കിൽ മുറിയിൽ ബന്ധനസ്ഥനായിരിക്കുകയോ അല്ലെങ്കിൽ സ്വരക്ഷയ്ക്ക് വേണ്ടി അംഗരക്ഷകനെ നിയമിക്കുകയോ ചെയ്യേണ്ടി വരും. പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ അഭിപ്രായമാണിതെന്ന് ഓർക്കണം. എന്നാൽ ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നു, തികച്ചും സ്വതന്ത്രനായി. അയാൾക്ക് അംഗരക്ഷകനില്ല, മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. മറ്റു മനുഷ്യർ ചെയ്യുന്നത് പോലെ ഈ ലോകത്തെവിടെയും യാതൊരു അപകടവും കൂടാതെ അയാൾക്കും പോകാം. ലളിതമായ ചില കാഴ്ചപ്പാടുകൾ കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം. താങ്ക് യു. അപ്പം നമ്മൾ ലാസ്റ്റ് വീക്കില്, അതായത് കഴിഞ്ഞ ശനിയാഴ്ച, തൊട്ട് മുമ്പിലുള്ള പാരഗ്രാഫിൽ പറയുന്നുണ്ട് 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ബിറ്റർ എൻഡാണ്, ഒരു കയ്പേറിയ എൻഡാണ്. ഒന്നില്ലെങ്കിൽ ജയിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡെത്ത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ മാർഗം നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കുക, അവസാനം വരെ കുടിക്കുക. അതിനുശേഷം അതിനകത്ത് നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് പറയുന്നുണ്ട്, ജയിൽ, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നിൽ ജയിലിൽ പോകും, അല്ലെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ ആശുപത്രികളിലോ സാനിറ്റോറിയങ്ങളിലോ ചികിത്സാ കേന്ദ്രങ്ങളോ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ അഡ്മിറ്റ് ആവും, ഇപ്പോഴത്തെ ഒരു ഭാഷയെ പറഞ്ഞ. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളിപ്പോ 1939 എഴുതിയപ്പോൾ ഇതാണ് പറയാ. അപ്പൊ ഇതൊക്കെ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാല് സ്പിരിച്വൽ ഹെൽപ്പാണ്.
പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വരുന്ന ഒരാളോട് നമ്മൾ ഈ ആത്മീയതയെ കുറിച്ച് പറയുമ്പോൾ അയാൾക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നില്ല. ഒന്നിലെ അയാൾ ഇത് കൂടി നിർത്തിയതിന് ശേഷം പിന്നീട് ആകട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് കാലം ഇതിന്റെ ഉള്ളിലൂടെ നടക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പിന്നെ ആകട്ടെ, ഇത് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ പുണ്യവാളനല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ കുറെ വായിക്കുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാം. അപ്പൊ ഇവിടെ നിലവില് ഞാനും നമ്മളിൽ ഓരോരുത്തരും 2ാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. ബിറ്റർ എൻഡിലേക്ക് പോകാൻ നമ്മൾ മനസ്സ് കാണിക്കാതെ 2ാമത്തെ ഓപ്ഷൻ സ്പിരിച്വൽ ഹെൽപ്പ്. കാരണം എന്താണ്? ഞങ്ങൾക്കത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി എത്തിക്കാനുള്ള സന്മനസ്സും ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പിരിച്വൽ ഹെൽപ്പ് ചുമ്മാ നമ്മൾ എഗ്രി ചെയ്യുകയല്ല ചെയ്തത്. നമ്മൾ ഇതിനകത്ത് മീറ്റിങ്ങിനൊക്കെ പോയി ഒരു സ്പോൺസറെ കണ്ടെത്തി പടികളൊക്കെ പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു യത്നമുണ്ട്. അത് നമ്മൾ തയ്യാറായി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം BW മറ്റൊരു കഥയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോവാണ്. അമേരിക്കക്കാരനായ ഒരു ബിസിനസ്സുകാരന്റെ കഥയാണ്. നമുക്കറിയാം, റോളണ്ട് ഹസാർഡിന്റെ കഥയാണ്. ഈ കഥ പറയുന്നതിന് മുമ്പ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച 2 സമാന്തര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, BW എന്ന് പറയുന്ന നമ്മുടെ സഹസ്ഥാപകൻ ഡോക്ടർ സിൽക്വർത്തിന്റെ അടുത്ത് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ട്. അഡ്മിറ്റ് ആകുന്നതിനോടൊപ്പം ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ നിന്ന് BWന് സിൽക്വർത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപദേശമുണ്ട്, ഒരു ആത്മീയ ഉപദേശം. എന്താണ്? നിങ്ങൾ സുവിശേഷ പ്രചാരണകനെ പോലെ പെരുമാറാതെ ഈ രോഗത്തെക്കുറിച്ചും ഈ രോഗത്തിന്റെ ഭയാനകതയെക്കുറിച്ചും ശരീരത്തിന് ഇത് വരുത്തുന്ന ഈ ക്രേവിങ്ങിനെ കുറിച്ചും, ബോഡി ഓഫ് അലർജി, മെന്റൽ ഒബ്സഷൻ, അത് രണ്ടും നമ്മളോട് ആദ്യമായിട്ട് പറഞ്ഞു തന്നത് സിൽക്വർത്താണ്, ഡോക്ടർ സിൽക്വർത്താണ്. അപ്പൊ അത് പറയണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞാലാണ്, നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് മോചനം കിട്ടൂ എന്നുള്ളതെന്ന് പറയുന്ന ഒരു സംഭവം. അടുത്ത സംഭവം നടക്കുന്നത് റോളണ്ട് ഹസാർഡിന്റെ അടുത്ത് റോളണ്ട് ഹസാർഡ് കാൾ ജങ്ങിനെ കാണാൻ പോയപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച റോളണ്ട് ഹസാർഡിന്റെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ നമ്മൾ വായിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. അമേരിക്കയിലെ ഒരു പ്രശസ്തനായ വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു റോളണ്ട് ഹസാർഡ്. ഇദ്ദേഹത്തിന് പണം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് കാണാൻ ശ്രമിക്കുന്നത്. കാരണം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പോലെയുള്ള അന്നത്തെ ആ കാലത്തെ ഏറ്റവും മുതിർന്ന മനഃശാസ്ത്രജ്ഞനെ കാണാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ സിഗ്മണ്ട് ഫ്രോയിഡ് തിരക്കിലായതുകൊണ്ടും അദ്ദേഹം അന്ന് കൂടുതൽ റൈറ്റിംഗ്, കൂടുതൽ എഴുത്തുകളൊക്കെ എഴുതുന്ന സമയമാണ്, പഠിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല. അടുത്ത ഓപ്ഷൻ ആൽഫ്രഡ് അഡ്ലർ എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അടുത്ത ശിഷ്യൻ എന്ന് പറയുന്ന ആൽഫ്രഡ് അഡ്ലർ ആണ്. ആൽഫ്രഡ് അഡ്ലറിന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോ അവിടെയും ഇദ്ദേഹത്തിന് ഇത് കിട്ടുന്നില്ല, അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. അങ്ങനെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മറ്റൊരു ശിഷ്യനായ കാൾ ജങ്ങിന്റെ അടുത്തേക്ക് ഇദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. അപ്പം ഈ കാൾ ജങ്ങിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ അടുത്ത പാരഗ്രാഫില് അദ്ദേഹം പറയുന്നത്. അമേരിക്കക്കാരനായ ഒരു ബിസിനസ്സുകാരൻ റോളണ്ട് ഹസാർഡ്, അറിവും ബുദ്ധിശക്തിയും കടയറ്റ സ്വഭാവശുദ്ധിയുള്ളവനായാണ്. അപ്പൊ നമ്മുടെ തോന്നുന്നു അയാൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആൽക്കഹോളികൾക്ക് നമ്മൾ പറയാറുണ്ട്, ആൽക്കഹോളികളായിട്ടുള്ള ആളുകൾക്ക് നല്ല കഴിവുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, കറയറ്റ സ്വഭാവശുദ്ധിയുള്ളവനായിരുന്നു. മദ്യപാനാസക്തി മൂലം വർഷങ്ങളോളം അയാൾ ചികിത്സാ കേന്ദ്രങ്ങൾ തോറും കയറിയിറങ്ങി. അപ്പൊ അയാൾ അതിനു മുമ്പും ധാരാളം ചികിത്സകൾ എടുത്തിരുന്നു എന്ന് വേണം കരുതാൻ. മൈക്ക് തുറക്കുന്നുണ്ട്, അത് ഒന്ന് ഓഫ് ചെയ്യണേ, എന്നാലും നമ്മളെ ശ്രദ്ധ മാറിപ്പോ. അപ്പൊ മദ്യപാനാസക്തി മൂലം വർഷങ്ങളോളം അയാൾ ചികിത്സാലയ കേന്ദ്രങ്ങൾ തോറും കയറിയിറങ്ങി. അപ്പൊ മദ്യപാനം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബത്തില് സ്വത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇയാൾ പല സ്ഥലങ്ങളിൽ, അമേരിക്കക്കാരനായി അറിയപ്പെടുന്ന മനോരോഗ വിദഗ്ധരെല്ലാം അയാൾ സമീപിച്ചു. അപ്പൊ അറിയപ്പെടുന്ന എല്ലാ മനോരോഗ വിദഗ്ധരെല്ലാം അയാൾ സമീപിച്ചിട്ടുണ്ട്. നാളിതുവരെയുള്ള അനുഭവങ്ങൾ അയാളെ സംശയമാക്കിയില്ലെങ്കിൽ കൂടി സാധാരണമായ ആത്മവിശ്വാസത്തോടു കൂടി അയാൾ ചികിത്സ പൂർത്തിയാക്കിയത്. അപ്പൊ ഓരോ ചികിത്സ പൂർത്തിയാക്കുമ്പോഴും അയാൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അയാളുടെ മനസ്സിന്റെ സങ്കീർണതകളെ പറ്റിയും അതിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെ ലഭിച്ച അവഹാകം മൂലം താൻ ഒരിക്കലും ഇനി മദ്യത്തിന് അടിമപ്പെടുകയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. അപ്പൊ അയാളുടെ മനസ്സിന്റെ സങ്കീർണതകൾ, ആന്തരിക പ്രവർത്തന രീതിയൊക്കെ അദ്ദേഹം അതിനെപ്പറ്റി കുറെ അറിവുകൾ നേടി. അപ്പൊ സെൽഫ് നോളജ് നേടി. പക്ഷെ സെൽഫ് നോളജ് കൊണ്ട് അയാൾ മദ്യത്തിന് അടിമ വിശ്വസിച്ചു. എങ്കിലും അധികം വൈകാതെ അയാൾ വീണ്ടും മദ്യപിച്ചു. അപ്പൊ ഇവിടെ ആ പാരഗ്രാഫിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്,
ഒരു ഒരു സെൽഫ് നോളജ് കൊണ്ട് മാത്രം നമുക്ക് above all he believed he had acquired such a profound knowledge of the inner working of his mind. അവന്റെ മനസ്സിന്റെ പ്രശ്നങ്ങളെല്ലാം പഠിച്ചു. and its hidden springs that a relapse was unthinkable. അപ്പൊ ഈ അത്രയും പഠിച്ചിട്ട് പോലും അയാൾ വിശ്വസിക്കാത്ത തരത്തിൽ അയാൾ വീണ്ടും കുടിച്ചു. എന്തുകൊണ്ടാണ് താൻ വീണ്ടും മദ്യപിച്ചെന്ന് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ അയാൾക്ക് ആയില്ല. അതാണ് അയാളെ ഏറ്റവും അധികം അന്താളിപ്പിച്ചത്. അപ്പൊ വീണ്ടും കുടിച്ചതിനെ പറ്റി അദ്ദേഹത്തിന് ഒന്നും എന്തുകൊണ്ട് കുടിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. മോർ ബഫ്ലിംഗ് സ്റ്റിൽ ഹി കുഡ് ഗീവ് ഹിംസെൽഫ് നോ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഫോർ ഹിസ് ഫോൾട്ട്. അതായത് അദ്ദേഹത്തിന്റെ വീഴ്ചയെ പറ്റി, മദ്യപാനത്തിൽ വീണ്ടും കുടിച്ചതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മറുപടി നൽകാൻ പറ്റിയില്ല. അപ്പോ സെൽഫ് നോളജ്, സ്വന്തമായിട്ട് കുറെ അറിവുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കവിടെ അതിൽ നിന്ന് ഒരു ഇത് പറയാമെന്ന് വെച്ചാല്, നമ്മൾ മാനസിക പ്രവർത്തനമൊക്കെ നമുക്ക് മനസ്സിലായെങ്കിലും അത് നമ്മളെ മനസ്സിന്റെ പ്രവർത്തനങ്ങളോ ഇതിന്റെ മറ്റു കാര്യങ്ങളോ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇതിൽ നിന്ന് കുടിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അയാൾ വീണ്ടും കുടിച്ചു. വീണ്ടും അദ്ദേഹം എന്താണ് ചെയ്തത്? തന്നെ ചികിത്സിച്ച, തന്നെ ബഹുമാനിക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ തിരികെ ചെന്നു. അപ്പൊ അയാൾക്ക് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാവരും പുറന്തള്ളി, വീട്ടിൽ നിന്നും പുറന്തള്ളി, കൂട്ടുകാരും പുറന്തള്ളി, ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം വീണ്ടും ചെല്ലുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് കുടി നിർത്താൻ പറ്റാതെന്ന് വെട്ടി തുറന്നു ചോദിച്ചു. അപ്പൊ അദ്ദേഹം വീണ്ടും ഇയാളുടെ അടുത്തേക്ക്, ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഞാൻ വീണ്ടും കുടിച്ചത്? എന്റെ സെൽഫ് കൺട്രോൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു ആത്മനിയന്ത്രണം വീണ്ടെടുക്കുവാൻ അയാൾ ആഗ്രഹിച്ചു, ഒരു സെൽഫ് കൺട്രോൾ വീണ്ടെടുക്കാൻ അയാൾ ആഗ്രഹിച്ചു. മറ്റു കാര്യങ്ങളെല്ലാം അയാൾ പെരുമാറ്റം തികച്ചും യുക്തിസഹവും സന്തുലിതവുമായിരുന്നു. എന്ന് വെച്ചാൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അയാൾക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നാല് മദ്യത്തിന്മേൽ യാതൊരു നിയന്ത്രണം ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അതായത് ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ ഉണ്ടാകാത്ത ഒരു പ്രശ്നം മദ്യം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. അതായത് മദ്യത്തിനെ കൈകാര്യം ചെയ്യാൻ അയാൾക്ക്, നിയന്ത്രിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? ഇവയെ പറ്റിയുള്ള വാസ്തവം മുഴുവൻ തുറന്നു പറയുമ്പോൾ അയാൾ ഡോക്ടറോട് യാചിച്ചു. അതായത് കാൾ ജങ്ങിനോട് റോളണ്ട് ഹസാർഡ് യാചിക്കുകയാണ്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ അയാൾ ആശയറ്റ നിലയിൽ എത്തിക്കഴിഞ്ഞു. സമൂഹത്തിൽ അയാൾക്കുണ്ടായിരുന്ന മാന്യസ്ഥാനം ഇനി വീണ്ടെടുക്കാൻ സാധിക്കില്ലെന്നും ദീർഘനാൾ ജീവിക്കുകയാണെങ്കിൽ മുറിയിൽ ബന്ധനസ്ഥനായിരിക്കുകയോ അല്ലെങ്കിൽ സ്വരക്ഷയ്ക്ക് വേണ്ടി അംഗരക്ഷകനെ നിയമിക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും അഭിപ്രായപ്പെട്ടു. പ്രഗത്ഭനായ ഒരു ഡോക്ടറെ അഭിപ്രായമാണിതെന്ന് നോക്കണം. ആ കാലത്ത് ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡും അതോടൊപ്പം തന്നെ കാൾ ജങ്ങും, നമുക്കറിയാം കാൾ ജങ്ങും വലിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. ആ മനഃശാസ്ത്രജ്ഞൻ പറയാണ്, നിങ്ങൾക്കൊനി ഒരിക്കലും ഒരു മാന്യമായിട്ടുള്ളൊരു സ്ഥാനം സമൂഹത്തിൽ വീണ്ടെടുക്കാൻ സാധിക്കില്ല. ദീർഘനാൾ നിങ്ങൾക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ തന്നെ ഒരു മുറിയിൽ നിങ്ങൾ അടയ്ക്കപ്പെടണം. അതിന് മാത്രമല്ല, സ്വരക്ഷയ്ക്ക് വേണ്ടി ഒരു അംഗരക്ഷകനെ നിയമിക്കുകയോ വേണ്ടി വരുമെന്ന് അദ്ദേഹം പറയണം. അപ്പൊ ഇത്തരം കാര്യങ്ങള്, അതായത് എന്താണ് നമ്മുടെ റോളണ്ട് ഹസാറിന് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം അടുത്ത കാര്യം ഒരു പാരഗ്രാഫിൽ പറയാണ്, എന്നാൽ ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നു, തികച്ചും സ്വതന്ത്രനായി. അയാൾക്ക് അംഗരക്ഷകന്മാരില്ല, മുറിയിൽ അടച്ചു പൊട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. മറ്റു മനുഷ്യൻ ചെയ്യുന്നത് പോലെ ലോകത്തെവിടെയും യാതൊരു അപകടവും കൂടാതെ അയാൾക്ക് പോകാം. ലളിതമായ ചില കാഴ്ചപ്പാടുകൾ കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം. അപ്പൊ അതായത് ഈ അതായത് നമ്മുടെ കാൾ ജങ് പറയുന്നത് എന്നാ, നീ അട്ടർലി ഹോപ്പ്ലെസ് ആണ്, തികച്ചും പ്രതീക്ഷാരഹിതമായ ജീവിതമാണ് നിന്റേത്, നിനക്ക് പൊതുസമൂഹത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ബിൽഡബ്ല്യൂ പറയാണ്, എന്നാൽ ഈ മനുഷ്യൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നു ഒരു ഫ്രീ മാനായിട്ട്, സ്വതന്ത്രനാണ്. അപ്പൊ അവനെ അടച്ചു പൂട്ടപ്പെട്ടിട്ടില്ല, അവന് ബോഡി ഗാർഡ് ഇല്ല. ഈ ലോകത്തിലെ ഏതൊരു ഈ ലോകത്തിലെ ഒരു സാധാരണ സ്വതന്ത്ര മനുഷ്യനെ പോലെ അയാൾക്ക് എവിടെയും പോകാം. പക്ഷെ അയാള് ഒരു സിമ്പിൾ ആറ്റിറ്റ്യൂഡ്, ഒരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ് അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കറിയാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ ക്വാളിറ്റിയാണ്, ടോളറൻസ് ആണ്, ഹോണസ്റ്റി ആണ്, ലവ് ആണ്. അങ്ങനെയുള്ള കുറെ ആറ്റിറ്റ്യൂഡ്സ്, സഹനം, ക്ഷമ, സ്നേഹം, പരസ്പര സാഹോദര്യം, ബ്രദർലിഹുഡ് എന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം സാധിച്ചുകൊണ്ടാണ് അവിടെ ചില കാഴ്ചപ്പാടുകൾ കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം എന്നുള്ള വാക്കിൽ നമുക്ക്. അപ്പൊ
ആത്മീയ സഹായം കൂടാതെ ഞങ്ങൾക്കിത് സാധിക്കുമെന്ന് മദ്യപാനാസക്തരായ ചില വായനക്കാർക്കെങ്കിലും തോന്നിയേക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹിതനും അയാളുടെ ഡോക്ടറും തമ്മിലുണ്ടായ സംഭാഷണത്തിന്റെ ബാക്കി ഭാഗം കൂടി പറയാം. ഡോക്ടർ പറഞ്ഞു, ആശയറ്റ സ്ഥിതിയിലെത്തിയ ഒരു മദ്യപാനാസക്തന്റെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. അത്തരം മാനസികാവസ്ഥയിലെത്തിയ ഒരാളും രക്ഷപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ അടുത്ത സെന്റൻസിൽ പറയാണ്, ഈ നമ്മളിപ്പോ പല അംഗങ്ങളും ചിന്തിക്കുക എന്തുകൊണ്ട് സ്പിരിച്വൽ ലൈഫ് വേണ്ട, എന്തുകൊണ്ട് സ്പിരിച്വൽ ഹെൽപ്പ്, ആത്മീയ സഹായം കൂടാതെ നമുക്കിത് സാധിക്കും എന്ന് ചില വായനക്കാർക്ക് തോന്നിയേക്കാം. അപ്പൊ വീണ്ടും ഈ സ്നേഹിതനും നമ്മുടെ ഡോക്ടറും തമ്മിലുള്ള ബാക്കി ഭാഗം കൂടി പറയാണ്. ഡോക്ടർ അയാളോട് പറയാണ്, ആശയറ്റ സ്ഥിതിയിലെത്തിയ ഒരു മദ്യപാനാസക്തന്റെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഇത്തരം മാനസികാവസ്ഥ എത്തിയ ഒരാളും രക്ഷപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കാൾജങ്ങിന്റെ അഭിപ്രായത്തില് ആൽക്കഹോളിക്കുകള്, ഈ സ്പിരിച്വൽ ഹെൽപ്പ് വാങ്ങാത്ത ആൽക്കഹോളിക്കുകള് പലപ്പോഴും സ്പിരിച്വൽ ഹെൽപ്പ് വാങ്ങാത്ത ആൽക്കഹോളിക്കുകൾ എന്ന് മാത്രമല്ല, ഈ സ്പിരിച്വൽ ഹെൽപ്പിനെ അംഗീകരിക്കാത്ത ആൽക്കഹോളിക്കുകളാണ് കൂടുതലായി അദ്ദേഹം കണ്ടിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അവർ ഫ്രണ്ട് ഫെൽറ്റ് ഡോക്ടർ സെറ്റ് യു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രോണിക് ആൽക്കഹോളിക്. അതായത് ഒരു ക്രോണിക് ആൽക്കഹോളിക്കിന്റെ മൈൻഡാണ് നിനക്കുള്ളത്, മനസ്സാണ് നിനക്കുള്ളത്. ഐ ഹാവ് നെവർ സീൻ വൺ സിംഗിൾ കേസ് റിക്കവർ. ഞാൻ ഇതുവരെ, അതായത് കാൾജങ് അന്നത്തെ കാലത്ത് ചികിത്സിച്ചിട്ടുള്ള ആരും വീണ്ടും അങ്ങനെ സ്വാഭാവികമായിട്ട് മാനസിക മാറ്റം വന്ന് രക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല. വേർ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എക്സിസ്റ്റ് ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് ഇറ്റ് ഡസ് ഇൻ യു. അതായത് നിന്റെ ഉള്ളിലുള്ള ഈ മനസ്സ്, നിന്റെ കയ്യിലുള്ള ഈ മനസ്സും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പൊ എന്നോടും നമ്മളോരോരുത്തരോടും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളോടും ഇത് വായിക്കുന്നവരോടും ഒക്കെ പറയാണ്, ഇങ്ങനെയുള്ള ഒരു മൈൻഡ്, എനിക്ക് മാറാൻ തയ്യാറാകാത്ത, മാനസാന്തരം വരാൻ പറ്റാത്ത ഒരു മനസ്സാണ് നമുക്ക് എസിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഒരിക്കലും റിക്കവർ ആവില്ല. അവർ ഫ്രണ്ട് ഫെൽറ്റ് ആസ് തോട്ട് ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ആൻഡ് ഹാഡ് ക്ലോസ്ഡ് ഓൺ ഹിം വിത്ത് എ ക്ലാങ്ക്. അതായത് അദ്ദേഹത്തിന് എങ്ങനെയാ തോന്നിയത്? ഇത് കേട്ടപ്പോൾ തന്നെ ഉള്ളിലാക്കി നരകത്തിന്റെ വാതിൽ കൊട്ടിയടച്ച പ്രതീതിയാണ് നമ്മുടെ സ്നേഹത്തിനുണ്ടായത്. അതായത് ഒരു ഗേറ്റ് അടയ്ക്കുമ്പോൾ ഒരു ശബ്ദം, അതിനാണ് അവർ ഫ്രണ്ട് ഫെൽറ്റ് ദാറ്റ് ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ഹാഡ് ക്ലോസ്ഡ് ഓൺ ഹിം വിത്ത് എ ക്ലാങ്. അപ്പൊ ഒരു വലിയ ശബ്ദത്തോട് ഗേറ്റ് വന്ന് അടയ്ക്കുക, അയാൾ ഉള്ളിലാക്കി അടച്ച പോലെ അയാൾക്ക് തോന്നി. അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്, സ്നേഹത്തിന് ചോദിച്ചു, ഈ പറഞ്ഞതിന് അപവാദങ്ങളില്ലേ ഡോക്ടർ? ഡോക്ടർ മറുപടി നൽകി, ഉവ്വ്, അപവാദങ്ങളുണ്ട്. ആദ്യകാലം മുതൽ നിങ്ങളുടേത് മാതിരിയുള്ള കേസുകളിൽ അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? കാരണം ഞാൻ ഈ മാനസിക നിലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ഡോക്ടർ പറയാൻ ഉണ്ട്, അങ്ങനെ പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിയർ ആൻഡ് ദെയർ വൺസ് ഇൻ എ വൈൽ ആൽക്കഹോളിക്സ് ഹാവ് ഹാഡ് വാട്ട് ആർ കോൾഡ് വൈറ്റൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ചിലർക്ക് ഒരു ആത്മീയമായിട്ടുള്ള സുപ്രധാനമായ ചില ആത്മീയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയും ഇവിടെയും വല്ലപ്പോഴും മദ്യപാനാസക്തർക്ക് കാതലായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആത്മീയ അനുഭവം ഉണ്ടാകാത്തത് കൊണ്ടാണ് മദ്യപാനാസക്തർ വീണ്ടും സ്ലിപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് 3 തരത്തിലാണ്, അവിടെയും ഇവിടെയും വല്ലപ്പോഴും മദ്യപാനാസക്തർക്ക് കാതലായ ആത്മീയ അനുഭവങ്ങൾ. അപ്പൊ വളരെ റെയർ ആയിട്ടാണ് ഈ ആത്മീയ അനുഭവം സ്വീകരിക്കാനായിട്ട് ആൽക്കഹോളിക്കുകൾ തയ്യാറാവുന്നത്. നമുക്കറിയാം 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ആളുകളൊക്കെ ഒരു വർഷം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. എന്നാലും നമ്മുടെ അംഗസംഖ്യ എപ്പോഴും 2 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ വേണമെങ്കിൽ 3 ലക്ഷം എന്ന് കൂട്ടിക്കോ. അതൊക്കെ ഓവർ കാൽക്കുലേഷൻ ആണ്. 3 ലക്ഷം 3 ലക്ഷം അല്ല, 30 ലക്ഷം ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ടെന്ന് പറയുന്നത് ഓവർ കാൽക്കുലേഷൻ ആണ്. 20 ലക്ഷം ആളുകളാണ് മിക്കവാറും നമുക്കുണ്ടോ. നമ്മളിപ്പോ മെമ്പർഷിപ്പ് ഇപ്പൊ എടുക്കാറില്ല എങ്കിൽ പോലും ഈ മെമ്പർഷിപ്പിന്റെ ഈ സർവേ എടുക്കുമ്പോ ഇപ്പൊ നമ്മൾ സാധാരണ 2022 ശേഷം അങ്ങനെ എടുക്കാറില്ല. പക്ഷെ എടുത്താൽ തന്നെയും ഇത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു അംഗസംഖ്യയിൽ നമ്മൾ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ പറയുന്ന കാൾജിങ് പറഞ്ഞാണ്. നമ്മൾ ആരും പറഞ്ഞല്ല, അവിടെയും ഇവിടെയും വല്ലപ്പോഴും. അവിടെയും ഇവിടെയും വല്ലപ്പോഴും എന്താണെന്ന് വെച്ചാല് ഇംഗ്ലീഷിൽ അത് തന്നെ പറയാൻ നോക്കാം. there is exception sincerely once in a while alcoholics have had what are called vital spirits.
അപ്പൊ ഹിയർ ആൻഡ് ദയർ, വൺസ് ഇൻ എ വൈൽ, ഹിയർ ആൻഡ് ദയർ, അവിടെ ഇവിടെ വല്ലപ്പോഴും. ആ ഭയങ്കര വലിയൊരു വാക്കാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. അത് മധ്യാസക്തര് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക് വരാത്ത ആളുകൾക്ക്, ഈ ആത്മീയ അനുഭവം ഉണ്ടാകാത്ത ആളുകൾക്ക്, ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ആളുകൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള കാൾ ജങ്ങിന്റെ അഭിപ്രായമാണ്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ, അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും ഏറ്റവും വലിയൊരു മനഃശാസ്ത്രജ്ഞന്റെ അഭിപ്രായമാണ്. അടുത്ത വാക്ക്, മനുഷ്യ ചേതനയിൽ ദൃശ്യമാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളായിട്ടാണ് ഇത്തരം അനുഭവങ്ങളെ ഞാൻ കാണുന്നത്. അതായത് ഒരു മനുഷ്യന് ഒരു മനുഷ്യനിൽ ഈ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഈ ഇമോഷണൽ ഡിസ്പ്ലേസ്മെന്റ്, ഇത്തരം പ്രതിഭാസങ്ങൾ അത്ഭുത പ്രതിഭാസങ്ങളായിട്ടാണ് കാൾ ജങ് പറയുന്നത്. വളരെ ബൃഹത്തായ വൈകാരികമായ മാറ്റിമറക്കലായോ പുനഃക്രമീകരണങ്ങളായാണോ ഇവ പ്രത്യക്ഷപ്പെട്ടത്. റെസ്റ്റ്ലെസ് ഇറിറ്റബിൾ ഡിസ്കണ്ടന്റ്, അതായത് വളരെ അസ്വസ്ഥനും ചുണ്ടിക്കാരനും അസംതൃപ്തനുമായ മധ്യാസക്തൻ, അവൻ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും അവനിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? വളരെ ബൃഹത്തായ വൈകാരികമായ മാറ്റിമറിക്കൽ, അല്ലേ? നമ്മുടെ ഫീലിങ്സ് മാറുന്നു. പുനഃക്രമീകരണങ്ങളായാണ് അവ പ്രത്യക്ഷപ്പെടുന്നത്. എവിടെയാണ്? നമുക്ക് 4, 5, 6, 7, 8, 9 പടികൾ. 4-ാം പടി, നമ്മൾ എങ്ങനെയായിരുന്നു, എന്താണ് നമുക്ക് പറ്റിയെന്നൊക്കെ ഉള്ള ഒരു ഇൻവെന്ററി നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനായി നമ്മൾ 5-ാം പടിയില് മറ്റൊരു സ്പോൺസറോട് പറയുന്നു. 6, 7 പടിയിൽ നമ്മുടെ കുറവുകളെ പറ്റി മനസ്സിലാക്കുന്നു. കുറവുകൾ മാറ്റി തരാനായിട്ട് ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. പിന്നെ നമ്മൾ ആ മനസ്സിലേർപ്പെടുന്നു, ലിസ്റ്റ് തയ്യാറാക്കുന്നു, ആ മനസ്സിലേർപ്പെടുന്നു. അപ്പൊ 4, 5, 6, 7, 8, 9 പടികൾ. ഇവിടെയാണ് നമ്മൾ ചേഞ്ച് ആവുന്നത്. അപ്പൊ ഇത് അനുഭവപ്പെടുന്ന ആളിനെ നാളിതുവരെ നയിച്ചിരുന്ന ആശയങ്ങൾ, ഐഡിയാസ്, വികാരങ്ങൾ, കാഴ്ചപ്പാടുകൾ എല്ലാം മാറുകയാണ്. എല്ലാം മാറണം, പെട്ടെന്ന് തട്ടിമാറ്റി കൊണ്ടുപോകുന്നു. നമ്മുടെ എന്തൊക്കെ ആശയങ്ങളായിരുന്നു കുടിക്കാലത്തുണ്ടായിരുന്നത്, നമ്മുടെ എന്ത് വികാരങ്ങളാണ് കുടിക്കാലത്തുണ്ടായിരുന്നത്, എന്ത് മനോഭാവങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ് കുടിക്കാലത്തുണ്ടായിരുന്നത്, ഇവയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് നൂതനങ്ങളായ ഒരു പറ്റം ധാരണകളും ഉദ്ദേശങ്ങളും അവനെ നിയന്ത്രിക്കാൻ ഇടവരുന്നു. ഒരു പറ്റം ധാരണകൾ, പുതിയ ധാരണകൾ, പുതിയ ഉദ്ദേശങ്ങൾ, സ്വാർത്ഥതയില്ലാത്ത, മറ്റൊരുത്തനെ സഹായിക്കുന്ന, മറ്റൊരാളുടെ ജീവിതത്തെ പരിഗണിക്കുന്ന ഒരു ധാരണ, ഉദ്ദേശം അത് കടന്നു വരുന്നു. വാസ്തവം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വൈകാരിക പുനഃക്രമീകരണം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലരിലും ഞാൻ പരീക്ഷിച്ച ഒരു മാർഗം ഫലപ്രദമായിരുന്നു. പക്ഷേ നിങ്ങളുടെ അവസ്ഥയിലെത്തിയ ഒരു മദ്യപാനാസക്തിയിൽ എന്റെ പരീക്ഷണങ്ങൾ ഒട്ടും വിജയിച്ചിട്ടില്ല. കാൾ ജങ് പറയാണ്, ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കുടിക്കാലത്തുണ്ടായിരുന്ന എന്റെ ആശയങ്ങൾ, വികാരങ്ങൾ, കാഴ്ചപ്പാടുകൾ പെട്ടെന്ന് അത് മാറ്റുന്നു. അങ്ങനെ ഒരു വൈകാരിക പുനഃക്രമീകരണം എന്നിൽ വരുത്തുന്നു. ഇത് പലരിലും കാൾ ജങ് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റോളണ്ട് ഹസാർഡിനെ പോലെ വളരെ പരിതാപകരമായ ഹോപ്പ്ലെസ് സ്റ്റേറ്റിലെത്തിയ ഒരാളുടെ അടുത്ത് ഈ പരീക്ഷണങ്ങൾ ഒട്ടും വിജയിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോ ഇത് കേട്ടപ്പോൾ കാൾ ജങ്ങിന് സ്വല്പം ആശ്വാസം തോന്നി. എന്താണ് ഈ ആശ്വാസത്തിന്റെ ഒരു പ്രധാന കാരണം? ഇതെപ്പോഴും മദ്യാസക്തരായിട്ട് നമ്മുടെ എയിൽ വരുന്ന പല അംഗങ്ങളും പലപ്പോഴും സംശയം ഉണ്ടാകുന്നതാണ്. അടുത്ത വരി നോക്കിക്കോളൂ. താൻ പള്ളിയിലെ ഒരു സജീവമാണെന്ന കാര്യം അയാൾ ഓർത്തു. റിലീജിയസ്, മതപരമായ കാര്യങ്ങളാണ് പെട്ടെന്ന് അയാൾക്ക് കടന്നു വന്നത്. ഈ മാറ്റം വരുത്തണം, എന്റെ വികാരങ്ങളെ മാറ്റണം, ആശയങ്ങൾ മാറ്റണം, കാഴ്ചപ്പാടുകൾ മാറ്റണം. താൻ പള്ളിയിൽ ഒരു അംഗമാണെന്ന കാര്യം അയാൾ ഓർമ്മിപ്പിച്ചു. പക്ഷെ അയാളുടെ ആത്മവിശ്വാസം സുദൃഢമാണെങ്കിൽ കൂടി മദ്യപാനാസക്തിയിൽ നിന്ന് മോചനം നേടുവാൻ ആവശ്യമായ ആത്മീയ അനുഭവങ്ങൾ നൽകുവാൻ അത് അപര്യാപ്തമാണ് എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടത് ആദ്യം അനുഭവപ്പെട്ട ആശ്വാസം നശിച്ചു. കാൾ ജങ് ഒരിക്കലും ഒരു റിലീജിയസ് ആയിട്ടുള്ള, ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാം. നമുക്ക് പറയാറുണ്ട് ബാക്ക് ഡോർ ഓഫ് ദ ചർച്ച് എന്ന് പറയാറുണ്ട്, ബാക്ക് ഡോർ ഓഫ് ദ മോസ്ക് എന്ന് പറയാറുണ്ട്, ബാക്ക് ഡോർ ഓഫ് ദ ടെമ്പിൾ എന്നൊക്കെ പറയാറുണ്ട്. എന്തും ആയിക്കോട്ടെ. എന്നിരുന്നാൽ തന്നെയും ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ വ്യക്തമായിട്ട് പറയാണ്, ഈ റോളണ്ട് ഹസാർഡ് എന്ന് പറയുന്ന അംഗം താൻ പള്ളിയിൽ ഒരു അംഗമാണെന്ന കാര്യമാണ് ആദ്യം ഓർമ്മിപ്പിച്ചത്. പക്ഷെ അയാളുടെ ആത്മവിശ്വാസം സുദൃഢമാണെങ്കിൽ കൂടി മദ്യപാനാസക്തിയിൽ നിന്ന് മോചനം നേടുവാൻ ആവശ്യമായ ആത്മീയ അനുഭവങ്ങൾ നൽകുവാൻ അത് അപര്യാപ്തമാണ് എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടതോടെ ആദ്യം അനുഭവപ്പെട്ട ആശ്വാസം നശിച്ചു. അപ്പൊ നമ്മുടെ സ്നേഹിതൻ ഭീതിജനകമായ നർമ്മസങ്കടത്തിലായി. അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ സ്വതന്ത്രനാക്കിയ അനിതര സാധാരണമായ ആത്മീയ അനുഭവം ഉണ്ടായത്.
ഇപ്പം കാൾ ജങ് ഒരു സ്പിരിച്വൽ ആത്മീയതയെ കുറിച്ചാണ് പറയുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് അത് റിലീജിയസ് ആയിട്ട് എടുക്കാം, മറ്റെന്ത് തരത്തിലും എടുക്കാം. പക്ഷേ സ്പിരിച്വാലിറ്റി, മെനി പാത്സ് ടു സ്പിരിച്വാലിറ്റി, ആത്മീയതയിലേക്ക് നിരവധി വഴികളുണ്ടെന്നാണ് പറയാ. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം, നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുക. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സിഗ്മണ്ട് ഫ്രോയിഡ് ഒരിക്കലും ഒരു വിശ്വാസിയായിരുന്നില്ല. ഒരു ദൈവിക ചിന്തയുള്ള ആള്, മാനസിക പ്രശ്നമുള്ള ആളുകളാണെന്നാണ് അദ്ദേഹത്തിന്റെ ചില എഴുത്തുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പിന്നീടുള്ള ആൽഫ്രഡ് അഡ്ലർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനായ മറ്റൊരു മനഃശാസ്ത്രജ്ഞ അപ്പോയിന്റ്മെന്റ് കിട്ടാതെയും ഇദ്ദേഹം നേരിട്ട് കാൾ ജങ്ങിന്റെ അടുത്ത് എത്തിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ആൽക്കോളിക്സ് അനോണിമസിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഓരോ ചരിത്രത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുമ്പോൾ, ഇതിപ്പോ പറഞ്ഞു, സിൽക്ക് വർത്തിൽ നിന്ന് ബിൽ ഡബ്ല്യുവിന് കിട്ടി, കാൾ ജങ്ങിൽ നിന്ന് റോളണ്ട് ഹസാർഡിന് കിട്ടി. നമുക്കറിയാം റോളണ്ട് ഹസാർഡ് പിന്നീട് ജയിലിൽ പോയി എബിയെ മോചിപ്പിക്കാനായിട്ട് അവിടെ പോകുന്നുണ്ട്, കോർട്ടിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് മോചിപ്പിച്ചു. എബി നേരെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയി എബി മോചിക്കപ്പെട്ടതിന് ശേഷം ബിൽ ഡബ്ല്യുവിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ബിൽ ഡബ്ല്യു മോചിക്കപ്പെട്ടതിന് ശേഷം അക്രോണിൽ ഡോക്ടർ ബോബിനെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ ചെയിൻ സിസ്റ്റമായിട്ട് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മാറി നമ്മുടെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ റോളണ്ട് ഹസാർഡ് വിചാരിച്ചിരുന്ന റിലീജിയസ്, അല്ലെങ്കിൽ എന്താണ് റിലീജിയസ് വേണ്ട എന്ന് വേണ്ട എന്നല്ല, എന്താണ് റിലീജിയന്റെ ഒരു കുഴപ്പം? റിലീജിയൻ സെറ്റ് ഓഫ് പ്രാക്ടീസ് ആണല്ലേ, സെറ്റ് ഓഫ് പ്രാക്ടീസ്. ചില വസ്ത്രങ്ങൾ നമ്മൾ അണിയണം, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എല്ലാം പ്രാക്ടീസ് ആണ്, സെറ്റ് ഓഫ് പ്രാക്ടീസ് ആണ്. പക്ഷെ സ്പിരിച്വാലിറ്റി എന്താണ്? കാൾ ജങ്ങിന്റെ അഭിപ്രായത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ആണ്. അതിനകത്ത് പ്രയർ ഉണ്ടാകാം, മെഡിറ്റേഷൻ ഉണ്ടാകാം, എന്തും കാണും. പക്ഷെ അതൊരു ആത്മീയത എന്ന് പറയുന്നതും റിലീജിയനും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസത്തെ പറ്റിയൊക്കെ അദ്ദേഹം പല എഴുത്തുകളിലും എഴുതിയിട്ടുണ്ട്. അപ്പം റോളണ്ട് ഹസാർഡ് പിന്നീട് നമുക്കറിയാം ഈ ധർമ്മസങ്കടത്തിലായി. അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതിൽ അസന്നിലേക്ക് അനിയന്ത്രിതമായ ഒരു ആത്മീയ അനുഭവം ഉണ്ടായത്. അപ്പൊ അടുത്ത പാരഗ്രാഫ് വായിക്കാം. മുങ്ങി മരിക്കാൻ പോകുന്ന മനുഷ്യരെ പോലെ ആശയറ്റ ഞങ്ങളും ഈ മോചന മാർഗം അന്വേഷിച്ചു. ദുർബലമായ ഒരു പുൽക്കൊടി പോലെ ആദ്യം തോന്നിയ ഈ അനുഭവം ഈശ്വരന്റെ കരുത്തുറ്റതും സ്നേഹപൂർണമായ കരങ്ങളാണെന്ന് നിർവഹിക്കപ്പെട്ടു. ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് കിട്ടി, അഥവാ തീർത്ഥം പ്രാവർത്തികമായ ഒരു ജീവിത രീതി. അപ്പൊ our friend was somewhat relieved, for he reflected that after all he was a good church member. This hope religious commission very good, and in his case they did not spell the necessary vital spiritual experience. അപ്പം അടുത്ത പാരഗ്രാഫാണ്. Here was the terrible dilemma in which our friend found himself when he had the extraordinary experience which we was already told you made him a free man. അപ്പം മരിക്കാൻ പോകുന്ന മനുഷ്യർ, അതെവിടെ നോക്കാം. We in our turn sought to same escape with all the desperation drowning man. ഈ മുങ്ങി മരിക്കാൻ പോകുന്ന ആളെന്നുള്ള രീതിയിലല്ല ഇംഗ്ലീഷ് ബുക്കിൽ ഡ്രോണിങ് മാൻ എന്നാണ്. അതായത് ഡ്രോണിങ് മാൻ എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യൻ. അത് ചിലപ്പോൾ മുങ്ങി മരിക്കാൻ പോകുന്ന മനുഷ്യനായിരിക്കാം, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യനായിരിക്കാം. മദ്യാസക്തി കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പോകുന്ന ഒരാളായതുകൊണ്ടാണ് മോചനമാർഗം അന്വേഷിച്ചത്. അപ്പൊ നമ്മള് ഒരു വൈക്കോൽ തുമ്പ് പോലെ നമ്മൾ ഈ പുഴയിൽ മുങ്ങി മരിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കൊരു വൈക്കോൽ തുമ്പ് കിട്ടിയാൽ പോലും നമ്മൾ കയറി പിടിക്കുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈശ്വരന്റെ കരുത്തുറ്റതും സ്നേഹസമ്പൂർണമായ ഒരു കരങ്ങളാണ് എന്നാണ് നമുക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് ആദ്യം തോന്നിയത് ഒരു ചെറിയ പുൽക്കൊടി പോലെയാണെന്നാണ്. അറ്റ് ഫസ്റ്റ് ഫാമിലി റീഡ്, ചെറിയൊരു ഫ്ലിംസി റീഡ് എന്നാണ്. അപ്പൊ ചെറിയൊരു ആശ്വാസമായിട്ടാണ് നമുക്ക് തോന്നിയത്. ഹാസ് പ്രൊവൈഡ് ടു ബി ദ ലവിങ് ആൻഡ് പവർഫുൾ ഹാൻഡ് ഓഫ് ഗോഡ്. പിന്നീട് നമുക്ക് മനസ്സിലായി അത് അതിശക്തവും സ്നേഹസമ്പന്നനുമായ ദൈവത്തിന്റെ കരങ്ങളാണെന്ന്. എ ന്യൂ ലൈഫ് ഹാസ് ബീൻ ഗിവൺ us ഫോർ ഇഫ് യു പ്രിഫർ എ ഡിസൈൻ ഫോർ ലവിങ് ദാറ്റ് റിയലി വർക്ക്സ്. അത് ഡിസൈൻ ഓഫ് ലിവിങ്, തികച്ചും പ്രാവർത്തികമായ ഒരു ജീവിത രീതി. ഇപ്പൊ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് തികച്ചും പ്രാവർത്തികമായ ഒരു ജീവിത രീതിയാണെന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പം റോളണ്ട് ഹസാർഡിനെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞതിന് ശേഷം ഇപ്പൊ അടുത്ത് പറയുന്നത് വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. ഒന്ന് വായിക്കാവോ? പ്രസിദ്ധ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ വായിക്കാവോ? പേജ് നമ്പർ 27.
ടോമലെ അല്ലെങ്കിൽ ബിനു ആരെങ്കിലും വായിക്കേ? ടോമൽ വായിക്കോ? പ്രസിദ്ധ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് തന്റെ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന പുസ്തകത്തിൽ മനുഷ്യർ ഇങ്ങനെ ഈശ്വരനെ കണ്ടെത്തിയ നിരവധി മാർഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. വിശ്വാസമാർജിക്കുവാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ എന്നാരെയും പറഞ്ഞു വിശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ വംശമോ ഗോത്രമോ നിറമോ എന്തു തന്നെ ആയിരുന്നാലും ശരി, നാമെല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലാവുകയും സത്യസന്ധമായി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ ദൈവവുമായി ലളിതവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമായ വിധത്തിൽ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഏതൊരു മതാനുയായിക്കും തൻ്റെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായി യാതൊന്നും ഇതിലില്ലെന്നും കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ ഇടയിൽ ഉരസലുകളൊന്നുമില്ല. വ്യക്തികളെന്ന നിലയിൽ ഞങ്ങളുടെ അംഗങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിലോ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന വഴിയോ ഒരുവൻ സ്വയം തീരുമാനിക്കേണ്ട തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണിത്. ഞങ്ങളെല്ലാവരും മതാനുയായികളല്ല, എന്നാൽ അധികം പേരും അതിനെ അനുകൂലിക്കുന്നവരാണ്. അടുത്ത അധ്യായത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ മദ്യപാനാസക്തി എന്താണെന്ന് വിശദീകരിക്കുന്നു. അതിനടുത്ത അധ്യായം ഈശ്വര വിശ്വാസമില്ലാത്തവരെ സംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. നിരീശ്വരവാദികളായ പലരും ഇന്നും ഞങ്ങളുടെ അംഗങ്ങളാണ്. ആത്മീയാനുഭവങ്ങൾ ഉണ്ടാകുവാൻ നിരീശ്വര ചിന്തകൾ പോലും പ്രതിബന്ധമാറില്ലെന്ന് അത്ഭുതകരമായ അനുഭവങ്ങളാണ്. തുടർന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നു. ഇതിനുശേഷം 43 പേരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. വ്യക്തിപരമായ ജീവിത കഥകളിൽ ഓരോ വ്യക്തിയും സ്വന്തം ഭാഷയിൽ സ്വന്തം കാഴ്ചപ്പാടിലൂടെ ദൈവവുമായി എങ്ങനെ ബന്ധം സ്ഥാപിച്ചു എന്ന് വിവരിക്കുന്നു. ഈ ജീവിത കഥകൾ ഞങ്ങളുടെ അംഗത്വ സ്വഭാവത്തെ പറ്റിയുള്ള സാമാന്യ രൂപം നൽകും. അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണയും നൽകുന്നു. ഞങ്ങളുടെ സ്വയം തുറന്നു കാട്ടുന്ന ഈ ആത്മകഥകൾ ആർക്കും അരോചകരമാവുകയില്ലെന്ന് ഞങ്ങൾ കരുതുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ മദ്യപാനാസക്തരായ നിരവധി ആളുകൾ, അടിയന്തരമായി സഹായം ആവശ്യമുള്ളവർ ഈ ഏടുകൾ മറിച്ചു നോക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രശ്നങ്ങളുടെയും ശരിക്കും വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതെ, ഞാനും ഇവരിൽ ഒരാളാണ്, എനിക്കും ഇതിൽ ചേരണം എന്ന് പറയാൻ അവർ പ്രേരിതമാവുകയുള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമുക്കറിയാം വില്യം ജെയിംസിന്റെ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പുസ്തകം ഡബ്ല്യു ആശുപത്രിയിൽ കിടക്കുമ്പോൾ എബിതാച്ചനാണ് അദ്ദേഹത്തിന് ഒരു വായനയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് റിലീജിയസ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ഈ പുസ്തകത്തിൽ പറയുന്നത് മൾട്ടിറ്റ്യൂഡ് വേവ്സ് ആണ്, അതായത് നിരവധി വഴികളാണ്. ഈശ്വരനെ കണ്ടെത്താനുള്ള നിരവധി മാർഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. മെൻ ഹാവ് ഡിസ്കവേർഡ് ഗോഡ്, ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള നിരവധി വഴികൾ. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. വിശ്വാസം ആർജിക്കാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ എന്ന് ആരെയും പറഞ്ഞു വിശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതായത് മറ്റൊരാളെ ഇങ്ങനെ ഒരു ഉദ്ദേശമില്ല, ഇങ്ങനെ ഒരു ലക്ഷ്യമില്ല. വി ഹാവ് നോ ഡിസയർ ടു കൺവിൻസ് എനിവൺ ദാറ്റ് ദർ ഈസ് ഓൺലി വൺ വേ ബൈ വിച്ച് ഫെയ്ത്ത് ക്യാൻ ബി അക്വയർഡ്. ഏതെങ്കിലും ഒരു വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈശ്വരനെ കണ്ടെത്താനായിട്ടുള്ള ഏതെങ്കിലും ഒരു മാർഗം മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന് ഇവിടെ ആരും പറയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചിന്തിച്ചു നോക്കാം. നമുക്ക് ഡബ്ല്യുവിന് ഇത്രയൊക്കെ എഴുതി വെക്കണേനും ഭേദം ഇതാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷെ എല്ലാവരെയും അവരവരുടെ വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഡബ്ല്യു ഇവിടെ ശ്രമിക്കുകയാണ്. ഞങ്ങൾ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ സത്യമാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ വംശമോ ഗോത്രമോ നിറമോ എന്തു തന്നെയായിരുന്നാലും ശരി, നാം എല്ലാം ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുകയും സത്യസന്ധമായി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ റേസ് ഇല്ല, ക്രീഡ് ഇല്ല, കളർ ഇല്ല. ഏത് വർഗത്തിൽപ്പെട്ടവരാണേലും, ഏത് ജാതിയിൽപ്പെട്ടവരും, ഏത് മതത്തിൽപ്പെട്ടവനാണേലും നമ്മളിവിടെ
ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഇവിടെ ഒന്നും നമുക്ക് LGBTQ ആണെങ്കിലും ഒക്കെ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. എവിടെ ഒന്നും ഒരു ബാരിയർ ആവുന്നില്ല. അന്ധന്മാർക്കുണ്ട്, ചെവി കേൾക്കാത്തവർക്കുണ്ട്, കളർ വ്യത്യാസങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോ സത്യസന്ധമായി അപ്പൊ ഈ ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുക. സത്യസന്ധമായ ഈ കാര്യങ്ങൾ ശ്രമിക്കുക. ശ്രമമാണ്. ശ്രമിച്ചാല് ലളിതവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതുമായ വിധത്തിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള. അപ്പൊ ദൈവത്തിലേക്കുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയും. എന്താണ് വേണ്ടത്? വില്ലിങ് ആൻഡ് ഹോണസ്റ്റ്. അതുകൂടാതെ ഇനഫ് ടു ട്രൈ. നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ദൈവവുമായി ലളിതവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതുമായ ബന്ധം സ്ഥാപിക്കണം. ഏതൊരു മതാനുയായിക്കും തന്റെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായി യാതൊന്നും ഇതിലില്ലെന്ന് കാണാം. അപ്പോ റിലീജിയസ് ആയിട്ട് വിശ്വസിക്കുന്നവരോടും മറ്റേതെങ്കിലും വിശ്വാസികളോടും പറയാണ്, നിങ്ങൾക്കെതിരായി ഇതിനകത്തൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉരസലുകളൊന്നുമില്ല. നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പുകളിലൊന്നും ക്രിസ്ത്യാനിയാണെന്നോ മുസ്ലിം ആണെന്നോ മറ്റ് ഹിന്ദുക്കളാണെന്നോ, ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ട് അങ്ങനെ. അപ്പൊ ഇവിടേക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉരസലുകളില്ല. നമ്മൾ അങ്ങനെയുള്ള there is no friction among us our such matters. അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉരസലുകളൊന്നും ചെയ്യുന്നില്ല. അടുത്ത പറയുന്നത്, വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങളുടെ അംഗങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. ഏത് മതത്തിലായിക്കോട്ടെ, ഏത് മതത്തിലായാലും വിശ്വസിക്കുന്നത് അത് പ്രശ്നമല്ല. മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിലോ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന വഴിയോ ഒരുവൻ സ്വയം തീരുമാനിക്കേണ്ട കാര്യം വ്യക്തിപരമായ ഒരു കാര്യമാണിത്. അവിടെ നമ്മൾ അതായത് റിലീജിയസ് ബോഡീസ് ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. അവർ മെമ്പേഴ്സ് ഐഡന്റിഫൈ ദംസെൽവ്സ് വിത്ത് ആസ് ഇൻഡിവിജ്വൽസ്. അവർക്ക് വ്യക്തിപരമായിട്ട് ഇത് തെരഞ്ഞെടുക്കാം. ദിസ് ഷുഡ് ബി ആൻ എൻറ്റയർലി പേഴ്സണൽ അഫെയർ. വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. പലപ്പോഴും നമ്മൾ ഒരാളുടെ സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മൾ കയറി സംസാരിക്കാറില്ല. നമ്മൾ അങ്ങ് കേട്ടിട്ടില്ല, ക്രോസ് ടോക്ക് ചെയ്യുന്നത് കേട്ടിട്ടില്ല, അത് ശരിയല്ല എന്ന് പറയാറില്ല. കാരണം ദാറ്റ്സ് എ പേഴ്സണൽ അഫെയർ, വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ അയാൾ മനസ്സിലാക്കുന്ന ദൈവത്തെ പറ്റിയാണ് അയാൾ സംസാരിക്കുക, അയാൾ മനസ്സിലാക്കുന്ന ഈശ്വര വിശ്വാസത്തെ പറ്റിയാണ് അയാൾ സംസാരിക്കുക, അയാൾ മനസ്സിലാക്കുന്ന സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ് സംസാരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഉരസലുകൾ ഇല്ലാതെ വരുന്നത്, പ്രശ്നങ്ങളില്ലാതെ വരുന്നത്. ഇപ്പോ മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലോ ചിലപ്പോൾ അയാള് ഒരു മതാനുയായി ആയിരുന്നിട്ട് AIയിൽ വന്നതിന് ശേഷം മതാനുയായി അല്ലാതായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിലോ അത് തുടർച്ചയായിട്ട് പോവുകയാണോ, ഇപ്പോൾ തെരഞ്ഞെടുക്കുന്ന വഴിയോ. അപ്പൊ പുതിയൊരു വഴിയായിരിക്കും അയാൾ തെരഞ്ഞെടുക്കുന്നത്. അവൻ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. തികച്ചും വ്യക്തിപരമായ കാര്യമാണത്. ഓരോ ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പറും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ മതവിശ്വാസത്തിനോ മറ്റേതെങ്കിലും വിശ്വാസങ്ങൾക്കോ അഭിപ്രായങ്ങൾ പറയുകയോ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾ എല്ലാവരും മതാനുയായികളല്ല, എന്നാൽ അധികം പേരും അതിനെ അനുകൂലിക്കുന്നവരാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ മതാനുയായികളല്ല. നമ്മൾ വിചാരിക്കുകയാണ് AIയിൽ വന്നവരെല്ലാം മതാനുയായികളാണെന്നില്ല. അവരധികം പേരും അതിനെ അനുകൂലിക്കുന്നവരാകാം, ഒരുപക്ഷെ അനുകൂലിക്കുന്നവരാകാം. അടുത്ത അധ്യായത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ മദ്യപാനാസക്തി എന്താണെന്ന് വിശദീകരിക്കുന്നു. അപ്പം പിന്നീട് ഉള്ള അടുത്ത അധ്യായത്തെ പറ്റിയൊക്കെ പറയാണ്. അപ്പൊ തികച്ചും വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ അഫെയർ ആയിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് അസോസിയേഷൻ ചിലപ്പോൾ അത് തന്നെ തുടർന്നുകൊണ്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ പ്രസന്റ് ചോയ്സ് ആയിരിക്കും. ഇന്നത്തെ കാലത്ത് പുതിയ ചോയ്സ് ചെയ്യാം. നോട്ട് ഓൾ ഓഫ് us ജോയിൻ റിലീജിയസ് ബോഡീസ് ബട്ട് ഓൾ most of us ഫേവർ സച്ച് മെമ്പർഷിപ്സ്. അങ്ങനെയുള്ള മതത്തിലെ അംഗങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്ററെ പറ്റി പറയുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ആൽക്കഹോളിസത്തെ കുറിച്ചാണ്. അതായത് അടുത്ത അധ്യായത്തിൽ കൂടുതൽ മദ്യപാനാസക്തിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അതാണ് അടുത്ത അധ്യായം. മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ. അതിനടുത്തുള്ള അധ്യായം ഈശ്വര വിശ്വാസമില്ലാത്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. Then a chapter addressed agnostics. Agnostics ഇങ്ങനെയാണ്. Many who once were in this class are now among our members. അപ്പോ നിരീശ്വരവാദികളെ പലരും ഇന്നും ഞങ്ങളുടെ അംഗങ്ങളാണ്. അപ്പൊ എത്തിയസ്റ്റ് ആയിട്ടുള്ള അംഗങ്ങൾ പോലും നമ്മളുടെ ഇടയിലുണ്ട്. ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ നിരീശ്വര ചിന്തകൾക്ക് പോലും പ്രതിബന്ധമാവാറില്ലെന്നത് അത്ഭുതപരമായ അനുഭവങ്ങളാണ്. ഇവിടെ ഈ ഒരു ലൈൻ, അതായത് നിരീശ്വരവാദിയായ ഒരാൾ, അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന്, അല്ലെങ്കിൽ ദൈവമില്ല എന്നതിന് തെളിവില്ലാത്തത് കൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ, അയാൾക്ക് പോലും
ഈ സ്പിരിച്വാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ചിലപ്പോഴും എയെ സംബന്ധിച്ചത് അത്ഭുതകരമായ അനുഭവങ്ങളാണ്. തുടർന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നു. ഇതിനുശേഷം 43 പേരുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നത് 44 പേരുടെ കഥകളുണ്ട്. പേഴ്സണൽ സ്റ്റോറീസ് ബിഗ് ബുക്കിന്റെ ഏറ്റവും ബാക്കിൽ. വ്യക്തിപരമായ ജീവിതകഥകൾ ഓരോ വ്യക്തിയും സ്വന്തം ഭാഷയിൽ സ്വന്തം കാഴ്ചപ്പാടുകളിലൂടെ ദൈവവുമായി എങ്ങനെ ബന്ധം സ്ഥാപിച്ചു എന്ന് വിവരിക്കുന്നു. അതായത് നമുക്ക് ആ സ്റ്റോറി വായിക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് അയാൾ എയിൽ എത്തിയത്, എങ്ങനെയാണ് എ മീറ്റിംഗിന് എത്തിയത്, എങ്ങനെയാണ് അയാൾക്ക് വീണ്ടും അയാൾ സ്ലിപ്പ് പറ്റിയതിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ എങ്ങനെയാണ് ദൈവവിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും ഈ ജീവിത കഥകൾ ഞങ്ങളുടെ അങ്ങനത്തെ സ്വഭാവത്തെ സാമാന്യ രൂപം നൽകും. അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ നൽകുന്നു. ഞങ്ങളെ സ്വയം തകർന്നു കെട്ടുന്ന ഈ ആത്മകഥകൾ ആർക്കും അരോചകമാകില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ കരുതുന്നു. അപ്പൊ ആർക്കും അരോചകമായി തീരാൻ സാധ്യതയില്ല. അപ്പൊ ഇവിടെ surprisingly enough to find a submission no great obstacle of a spiritual experience. Further on, clear-cut direction are given showing how we are recovered. അപ്പം ക്ലിയർ കട്ട് ഡയറക്ഷൻ ആണ്. അതായത് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയത് കാണുന്നില്ല. അപ്പൊ ഒരു ക്ലിയർ കട്ട് ഡയറക്ഷൻസ് ഉണ്ട്. ഗിവൺ ഷോയിങ് ഹൗ ആർ ബി റിക്കവേർഡ്, അതായത് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നുള്ളത്. അതായത് ഹോപ്പ്ലെസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡിയിൽ നിന്ന് നിരാശജനകമായിട്ടുള്ള പ്രതീക്ഷാരഹിതമായിട്ടുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഈ 42 പേഴ്സണൽ സ്റ്റോറീസിന് വിവരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് 43 എന്ന് പറഞ്ഞിട്ടുണ്ട്, 42 ഓക്കെ. മലയാളത്തിന് 43 എന്നാണ് പറഞ്ഞേക്കുന്നത്. 42 സ്റ്റോറീസ് ആണുള്ളത്. ഓക്കെ. ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദ പേഴ്സണൽ സ്റ്റോറീസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഹിസ് ഓൺ ലാംഗ്വേജ്, അവന്റെ തന്നെ ഭാഷയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫ്രം ഹിസ് ഓൺ പോയിന്റ് ഓഫ് വ്യൂ, അവന്റെ കാഴ്ചപ്പാടിൽ ഹി എസ്റ്റാബ്ലിഷ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അവന്റെ ദൈവമായിട്ടുള്ള ബന്ധം. ദിസ് ഗീവ് എ ഫെയർ ക്രോസ് സെക്ഷൻ ഓഫ് അവർ മെമ്പർഷിപ്പ് ആൻഡ് എ ക്ലിയർ കട്ട് ഐഡിയ, നമുക്കൊരു ആശയം കിട്ടും, ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ഈ പറയുന്ന സ്റ്റോറികൾ വായിക്കുമ്പോൾ നമുക്കൊരു സജഷൻസുകൾ കിട്ടും. We hope no one will consider this self-revealing accounts bad taste. ഇത് വായിച്ച് കാട്ടുന്ന ഒന്നും ആർക്കും അരോചകങ്ങളാകില്ല എന്നാണ്. ഇപ്പൊ ബാഡ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും രസിക്കാതെ വരത്തില്ല എന്നുള്ളതാണ്, രുചിക്കാതെ വരത്തില്ല, ആർക്കും ടേസ്റ്റ് അല്ലാത്ത രീതിയിൽ വരത്തില്ല. Our hope is that many alcoholic men and women desperately need will see these pages. അതായത് സ്ത്രീ പുരുഷന്മാരെ ഭേദമന്യേ മദ്യപാനാസക്ത നിരവധി ആളുകൾ അടിയന്തരമായി പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങളെയും ശരിക്കും വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതെ ഞാനും ഇവരിൽ ഒരാളാണ്, എനിക്കും ഇതിൽ ചേരണം എന്ന് പറയാൻ അവർ പ്രേരിതരാവുകയുള്ളൂ. അപ്പോ ഈ ഏടുകൾ മറച്ചു നോക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് അടിയന്തര സഹായമായിട്ട് ഇത് ആവശ്യമുള്ളവര് ഈ പറയുന്ന പേഴ്സണൽ സ്റ്റോറീസ് കൂടി മറച്ചു നോക്കുക. ഈ പുസ്തകവും മറച്ചു നോക്കുക, ഒപ്പം ആ പേഴ്സണൽ സ്റ്റോറീസ് കൂടി മറച്ചു നോക്കുമ്പോൾ, വ്യക്തികഥകൾ കൂടി മറച്ചു നോക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രശ്നങ്ങളെയും ശരിക്കും വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതെ ഞാനും ഇവരിൽ ഒരാളാണ്, എനിക്കും ഇതിൽ ചേരണം എന്ന് പറയാൻ അവർ പ്രേരിതരാവുകയുള്ളൂ. യെസ്, ഐ ആം വൺ ഓഫ് ദം ടു. ഐ മസ്റ്റ് ഹാവ് ദിസ് തിങ്. അതായത് ആൽക്കോളിക്സ് അനോണിമസിന്റെ മെമ്പർ ആകേണ്ടതിന്റെ ആവശ്യമുണ്ട്, ഈ സ്പിരിച്വാലിറ്റിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഈ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, അതായത് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസിന്റെ ആശയങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ വ്യക്തിഗതകളിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇറ്റ്സ് വർക്ക് ഇഫ് യു വർക്ക് ഇറ്റ് എന്നാണ്. അപ്പൊ നമ്മളിത് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ പ്രവർത്തിക്കുമ്പോഴാണ് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇൻസാനിറ്റി ഓഫ് ഫസ്റ്റ് ഡ്രിങ്ക്, ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ, ആ കുടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വളരെയധികം ബിറ്റർ സ്റ്റേറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, അതിന്റെ ഗിഫ്റ്റായ ജയിൽ, ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് തീർച്ചയായും സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്ത ഭാഗത്ത് ഞാനൊന്ന് പറയാൻ ശ്രമിക്കുന്നത് വെച്ചാല് ഈ ഞാൻ ആദ്യം പറഞ്ഞു സിൽക്ക് വർത്ത് ബിൽ ഡബ്ല്യുവിനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാൾജങ് റോളണ്ട് ഹസാർഡിനോട് പറഞ്ഞു. റോളണ്ട് ഹസാർഡ് നമ്മുടെ മെമ്പർ ആയിരുന്നില്ല, എയുടെ മെമ്പർ ആയിരുന്നില്ല, അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതിനുശേഷം കാൾജങ്ങിന് ബിൽ ഡബ്ല്യു ഒരു കത്ത് എഴുതുന്നുണ്ട്. ഈ കത്ത് എഴുതിയത് 1963 ജനുവരിയിലാണ്. ഈ കത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കാൾജങ് അതിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ആ ലെറ്റർ ആരംഭിക്കുന്നത് തന്നെ, ദിസ് ലെറ്റർ ഓഫ് ഗ്രേറ്റ് അപ്രിസിയേഷൻ ഹാസ് ബീൻ വെരി ലോങ് ഓവർ ഡ്യൂ. അതായത് വളരെ കാലം മുമ്പ് എഴുതേണ്ടതായിരുന്നു, പക്ഷെ ഇത് ഇപ്പോഴാണ് എഴുതാൻ സാധിച്ചത്.
ആം, അതുപോലെ ജങ്ങിന് നമ്മുടെ ബിൽ ഡബ്ല്യു ഞാൻ സഹസ്ഥാപകനാണ്, അതായത് എയുടെ സഹസ്ഥാപകനാണെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആം, നമ്മുടെ സൊസൈറ്റിയെ പറ്റി, ആൽക്കോളിക്സ് അനോണിമസിന്റെ സൊസൈറ്റിയെ പറ്റി പറയുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം 1963 കത്തിൽ എഴുതുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളെപ്പറ്റി നിങ്ങൾ ഇതുവരെ ഇതിനോടകം മനസ്സിലാക്കിയിരിക്കും, ആൽക്കോളിക്സ് അനോണിമസ് നിങ്ങൾ കേട്ടിരിക്കും. എന്നിരുന്നാൽ തന്നെയും 1930-കളില് റോളണ്ട് ഹസാർഡ് എന്ന് പറയുന്ന, റോളണ്ട് എച്ച് എന്ന് പറയുന്ന ആളെ ചികിത്സിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രൂപീകരണത്തിന് ഒരു പ്രധാന സംഭവമായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്. റോളണ്ട് ഹസാർഡ് അതിനോടകം 1945-ലാന്ന് തോന്നുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന എക്സ്പീരിയൻസ്, അനുഭവങ്ങള് ചരിത്രത്തിലേക്കായി പലരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോളണ്ട് എച്ചിനെ ബിൽ ഡബ്ല്യു ബിഗ് ബുക്കിലും പരാമർശിക്കാനുള്ള ഒരു പ്രധാന കാരണം. അദ്ദേഹത്തിന്റെ അനുഭവം, അതായത് ആത്മീയ അനുഭവത്തിലൂടെ മനുഷ്യന് മദ്യാസക്തി എന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള വലിയ ഒരു ജ്ഞാനമാണ് റോളണ്ട് എച്ചിലൂടെ പ്രൂഫായിട്ട് നമുക്ക് കിട്ടിയത്. അതുവരെ ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല. അതുവരെ സമൂഹത്തിൽ വെറുക്കപ്പെട്ടിരുന്ന, അതുവരെ സമൂഹത്തിൽ എവിടെയെങ്കിലും ജയിലിൽ അടയ്ക്കപ്പെടേണ്ട, കൂട്ടിയിടപ്പെടേണ്ട ആളാണ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കിയിരുന്നിടത്താണ് ഒരു സുപ്രധാനമായ കണ്ടുപിടുത്തമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നടത്തിയത്. ഇതാ നിങ്ങൾക്ക് മോചിക്കാനായിട്ടുള്ള മോചനത്തിനുള്ള മാർഗമുണ്ട്. അപ്പൊ 2 കാര്യങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞത്. ഒന്ന്, പ്രശ്നത്തെ അവതരിപ്പിച്ചു. മദ്യാസക്തി ഒരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പരിഹാരവും ഉണ്ടാക്കി. ആ പരിഹാരം എന്താണ്? സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ലൈഫ് നയിക്കുക, ആത്മീയ അനുഭവം ഉണ്ടാക്കുക, ആത്മീയ ഉണർവ് ഉണ്ടാക്കുക. 12 പടികൾ അതിനു വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തി. അപ്പോ നമ്മൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള അംഗത്തിന്റെ അടുത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് പോകുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നു? നമ്മൾ പ്രശ്നത്തെ മാത്രമല്ല പറയുക, നമ്മൾ അവന്റെ പ്രശ്നത്തെ മാത്രം പറഞ്ഞു പോവല്ല. അങ്ങനെ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. മറ്റുള്ളവരെല്ലാവരും അങ്ങനെയാണ്, പ്രശ്നങ്ങളാണ് പറയുന്നത്. നീ കുടിക്കുന്നത് ശരിയല്ല, നിനക്ക് കുറച്ച് കുടിച്ചുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തു, 100,000 പ്രശ്നങ്ങളാണ് പറയുന്നുള്ളൂ, പരിഹാരം പറയുന്നില്ല. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രശ്നം പറയുന്നതിനോടൊപ്പം പരിഹാരവും നിർദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ മറ്റൊരംഗത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നത്, അത് കൂടുതൽ പ്രചോദനം അയാളിൽ ചെലുത്തുന്നത്. ഒരു മദ്യാസക്തനെ കാണുമ്പോൾ അവന്റെ പ്രശ്നത്തെ പറ്റി, മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി മാത്രമല്ല നമ്മൾ പറയുന്നത്, അതിനുള്ള ഒരു പരിഹാരവും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ കത്ത് എഴുതി കഴിഞ്ഞ് അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗം നോക്കാം. അപ്പൊ 1931-ലാണ് ഈ റോളണ്ട് ഹസാർഡ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നതെന്നും അദ്ദേഹം നൽകിയ ഈ സ്പിരിച്വാലിറ്റിയെ പറ്റിയുള്ള ഈ അംഗീകരിക്കൽ, അഡ്മിറേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ അംഗീകരിക്കല് അത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണെന്നും, അങ്ങനെയുള്ള ഒരു അംഗീകരിക്കൽ, ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് നീ തിരിയണം എന്നുള്ള അംഗീകരിക്കലാണ് റോളണ്ട് ഹസാർഡിനെ പോലെയുള്ള ഒരാൾക്ക് കൂടുതൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകിയതെന്നും ആ കത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കോർട്ട് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും കുടിച്ചു കഴിഞ്ഞപ്പോൾ റോളണ്ട് ഹസാർഡിന് മറ്റൊരു സ്ഥലവും ഉണ്ടായിരുന്നില്ല പോകാനായിട്ട്. ഏറ്റവും അവസാനത്തെ ആശ്രയമായിരുന്നു കാൾ ജങ്. കാരണം സിഗ്മണ്ട് ഫ്രോയിഡിന് ചെയ്ത് കിട്ടിയില്ല, അങ്ങനെയെല്ലാം പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചതിന് ശേഷമാണ് സ്വിറ്റ്സർലൻഡിലുള്ള കാൾ ജങ്ങിന്റെ അടുത്തേക്ക് ഇദ്ദേഹം പോകുന്നത്. കോർട്ട് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് പറയുക. അപ്പൊ അവസാനത്തെ ആശ്രയം, അവസാനത്തെ ആശ്രയമായിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വീണ്ടും ചികിത്സയ്ക്കായി പോകുന്നത്. അപ്പോ ഈ പറഞ്ഞ നമ്മൾ മുമ്പ് ബുക്കിൽ വായിച്ച, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കിൽ വായിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അതായത് ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്ന വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹോപ്പ്ലെസ്സിലായിരുന്ന അയാൾ പല മാനസിക ചികിത്സകൾക്ക് ശേഷമാണ് കാൾ ജങ്ങിന്റെ അടുത്ത് എത്തിയതെന്നും, അദ്ദേഹം അവന് നൽകിയ ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് പിന്നീട് അദ്ദേഹത്തിന് കുടിക്കാതിരിക്കാൻ പറ്റിയതെന്നും എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് റോളണ്ട് ഹസാർഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് പോകാനുള്ള
ഒരു കാരണവും ആ, കാരണം കാൾജങ് ഒരിക്കലും പറഞ്ഞില്ല നീ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നു, അല്ലെങ്കിൽ നീ ഇന്ന മതപരമായ എന്തെങ്കിലും കാര്യം. കാൾജങ് പറഞ്ഞത് ഒരു സ്പിരിച്വൽ വഴിയിലൂടെ മാത്രമേ നിനക്ക് മോചനം നേടാൻ സാധിക്കൂ എന്നുള്ളതാണ്. പിന്നെ ആരാണ് ഇത് കണ്ടുപിടിച്ചത്? റോളണ്ട് ഹസാർഡ്. നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ സ്പിരിച്വൽ വഴി കണ്ടുപിടിക്കുന്നത്. ഏത് ചോയ്സ് ചെയ്യണം എന്നുള്ളത് ബുക്കിലും പറയുന്നില്ല, ഒരു സ്ഥലത്തും പറയുന്നില്ല. പക്ഷെ റോളണ്ട് ഹസാർഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് അതൊരു സുവിശേഷ മൂവ്മെന്റ്, ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് ആണ്. അപ്പൊ ആ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിലേക്ക് പോവുകയും വളരെ സക്സസ് ആയിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മാറുകയും ചെയ്യും. നമുക്കറിയാം കാരണം അതെന്താണ്, അവിടെ സെൽഫ് സർവേ ഉണ്ട്. അതായത് സ്വയം നമ്മുടെ പഴയ തെറ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട്, കൺഫെക്ഷൻ ഉണ്ട്, കുമ്പസാരം ഉണ്ട്, റെസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതായത് മറ്റുള്ളവരെ രമ്യതപ്പെടലുണ്ട്. അങ്ങനെ അങ്ങനെ സർവീസ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് റോളണ്ട് ഹസാർഡ് അവിടെ തന്നിൽ മാറ്റം ഉണ്ടാക്കിയിരുന്നത്. ഇതാണ് ഒരു മോചനത്തിനുള്ള അനുഭവമായിട്ട് അദ്ദേഹത്തിന് മാറിയത്. അതായത് കമ്പൽഷൻ ഓഫ് ഡ്രിങ്കിങ്, അതായത് വീണ്ടും കുടിക്കുക എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ വീണ്ടും കുടിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് റോളണ്ട് ഹസാർഡിനെ രക്ഷിച്ചത് ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പാണ്. അത് ഡോക്ടർ സാമുവൽ ഷുമാക്കർ എന്ന് പറയുന്ന ഒരച്ഛനാണ്. അത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായിട്ട് വളരെയധികം കഴിവുള്ള ആളായിരുന്നു. പ്രസംഗിക്കുന്ന നമുക്കറിയാം, പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗത്തോട് മദ്യാസക്തി ഉപമിക്കുന്നത് കേട്ടിട്ടാണ് വീണ്ടും ചികിത്സയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ചത്. അതായത് ക്യാൻസർ രോഗികളോട് ആളുകൾ കാണിക്കുന്ന മൃദു സമീപനമോ ദയാവായ്പോ ഒരു മദ്യാസക്തിന് കിട്ടുന്നില്ല എന്ന് അന്ന് സാമുവൽ ഷുമാക്കർ കാൽവരി മിഷനിലെ തങ്ങളുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായിരുന്നു ഈ പറയുന്ന മദ്യാസക്തരെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, മദ്യാസക്തർ മാത്രമായിരുന്നില്ല, ലോകത്തുള്ള പല ആളുകളും വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ കഥയിൽ വായിക്കുന്നുണ്ട്, ഒരു മദ്യാസക്തൻ നമ്മുടെ സാം ഷുമാക്കറെ ചെരുപ്പ് കൊണ്ട് എറിയുന്നതും ഒക്കെ അതൊക്കെ തന്നെ പൂട്ടിയിടപ്പെട്ട രീതിയിലായിരുന്നു അവരത് നടത്തിയിരുന്നത്. പിന്നീട് റോളണ്ട് ജയിലിൽ നിന്ന് നമ്മുടെ എബിയെ മോചിപ്പിക്കുന്നതും കത്തില് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ബിൽ വിൽസന് ഡോക്ടർ സിൽക്ക്വർത്ത് നൽകിയ കാര്യങ്ങളും ഒരു ആൽക്കഹോളിക്സിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നും അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഈ പറയുന്ന തിയറി, അതായത് ബോഡിയുടെ അലർജിയും മെന്റൽ ഒബ്സഷനെ പറ്റിയൊക്കെ എങ്ങനെയാണ് താൻ മനസ്സിലാക്കിയെന്നൊക്കെ കത്തി പറഞ്ഞതിന് ശേഷം ഒരു ഗ്യാരണ്ടി, എങ്ങനെയാണ് ഒരു മദ്യാസക്തന് രക്ഷപ്പെടാൻ കഴിയുന്നത്, റോളണ്ട് ഹസാർഡ് കാൾജിങ്ങിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെയാണ് ബിൽ വിൽസന് നമ്മുടെ സിൽക്ക്വർത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഈ റോളണ്ട് ഹസാർഡ് കാരണമാണ് എബി താച്ചറിന് ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞത്. റോളണ്ട് ഹസാർഡ് അവിടെ മറ്റൊരാളെ സഹായിക്കുക എന്നുള്ള ആശയം സ്വീകരിച്ചത് കൊണ്ടാണ് എബി ജയിലിൽ നിന്ന് മോചനമാവുകയും 1934 നവംബറിൽ നിന്ന് വീണ്ടും ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് ചെയ്തത്. നമുക്കറിയാം, എബി താച്ചർ ഒരു ഹോപ്പ്ലെസ് കേസായിരുന്നു. ഒരു പ്രതീക്ഷാരഹിതമായ ജീവിതമാണ് അയാൾ നയിച്ചുകൊണ്ടിരുന്നത്. 1-2 പ്രാവശ്യം ജയിലിലാവുകയും അനേകം പ്രാവശ്യം മദ്യപിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ചേരുന്ന അയാൾ ഇദ്ദേഹത്തിന്റെ റോളണ്ട് ഹസാർഡിന്റെ പ്രചോദനത്താൽ വീണ്ടും നമ്മുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെത്തുന്നു. അതോടൊപ്പം തന്നെ ബിൽ വിൽസണും ഇതേ സമയം തന്നെ ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ബിൽ വിൽസൺ കുടി നിർത്താനായിട്ട് സിൽക്ക്വർത്തിന്റെ അടുത്ത് എത്തുന്നുണ്ട്. സിൽക്ക്വർത്തിന്റെ അടുത്ത് എത്തുന്നത് നമുക്കറിയാം, അളിയൻ പൈസ കൊടുത്തു, അമ്മ പൈസ കൊടുത്തു ഒക്കെ 1-2 പ്രാവശ്യം ചികിത്സ എടുത്തതിന് ശേഷം 3-ാമത്തെ തവണയാണ് ചികിത്സയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് എബി താച്ചർ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി പറയുകയും അവർ രണ്ടുപേരുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചികിത്സ, 3-ാമത്തെ ചികിത്സയിൽ ശേഷം വെച്ചാണ് അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യക്ഷപ്പെടട്ടെ എന്നുള്ള വളരെ വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുകയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു പെട്ടെന്ന് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് കേട്ട് കംസ് ഓഫ് ഏജിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത്തരം ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അവേക്കണിങ് ഉണ്ടാക്കാൻ തയ്യാറാകുന്ന മനസ്സുകൾക്ക് മാത്രമാണ് നമ്മുടെ ആദ്യത്തെ 2-3 പാരഗ്രാഫുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചു. അതായത് മനസ്സ് മാറ്റാൻ തയ്യാറാകാത്ത,
മനസ്സ് ഇപ്പോഴും ആ നിലവിലുള്ള മനസ്സ് ഡ്രൈ ഡ്രിങ്കർ സ്റ്റേജ് തുടരുന്ന ഒരാൾക്ക് ഇത്തരമൊരു ആ, കാര്യങ്ങൾ മാറ്റത്തിന് വിധേയമാകാത്ത ഒരു മനസ്സിന് ഇതൊന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇത് സ്വീകരിക്കണമെങ്കിൽ ഒരു മാറ്റത്തിന് നമ്മൾ വിധേയമാകണം എന്നുള്ളതാണ് ഈ കത്തിലൂടെയും അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസിനെ കുറിച്ച് ആ കത്തിൽ അദ്ദേഹം, അതായത് എ.ബി. താച്ചറാണ് തനിക്ക് വില്യംസ് ജെയിംസിന്റെ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന ബുക്ക് കൊണ്ടുവന്നതെന്നും അതിനകത്തെ കുറെ സംഭാഷണങ്ങൾ, അതായത് ആളുകളുടെ സംഭാഷണങ്ങൾ ഞാൻ വായിച്ചുവെന്നും അങ്ങനെയാണ് എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടായിരുന്നതെന്നും പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ധാരാളം ആളുകളിലേക്ക് മെസ്സേജ് എത്തിച്ചുവെന്നും അമേരിക്കയിലുടനീളം ഇതിനോടകം, അതായത് 1963 കത്ത് എഴുതുമ്പോൾ 8,000 AA ഗ്രൂപ്പുകൾ ഉണ്ടെന്നും 3 ലക്ഷത്തോളം അംഗങ്ങളായി എന്നും അദ്ദേഹം ആ കത്തി പറയുന്നുണ്ട്. അങ്ങനെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പും, അല്ലെങ്കിൽ ഡോക്ടർ സാം ഷുമാക്കർ എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രധാന പുരോഹിതനും വില്യം ജെയിംസിന്റെ പുസ്തകവും ഡോക്ടർ സിൽക്വർത്തും അതുപോലെ തന്നെ കാൾജിങ്ങും എല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രൂപീകരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ രൂപീകരണത്തിന് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ വായിക്കുന്നത് കൂടുതൽ നമ്മൾ ഈ സ്പിരിച്വൽ ലൈഫിലേക്ക് കടന്നു പോകാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കും. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ദേർ ഈസ് എ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ നമുക്ക് തീർക്കാം. താങ്ക് യു.